വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ചരല്യാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം ചിദാനന്ദഗുരും. അമൃതാത്മാക്കളെ, നമ്മൾ ആയുർവേദത്തിൽ വേദന കുറയ്ക്കുന്നതിന് വാതഹരമായ എല്ലാ തൈലങ്ങൾക്കുമൊപ്പം സർജ്ജരസം ചേർക്കാറുണ്ട്. എല്ലാ തൈലങ്ങളിലും ഇത് നല്ലതാണ്. വെള്ളപ്പൈനിൽ നിന്നെടുക്കുന്ന കറ അത് ചേർത്ത് കാച്ചിയാൽ വളരെ വേഗത്തിൽ ഫലം ഉണ്ടാകുന്നതാണ്. എല്ലാ വേദനയ്ക്കും കൊള്ളാം, ഏതു വേദനയിലും ഫലപ്രദമാണ്. കൂവളത്തല നീര്, കരിഞ്ചീരകം, വെള്ളക്കുന്തുരുക്കം, അതാണ് സർജ്ജരസം. വെള്ളപ്പൈനിൻ്റെ കറ, ആട്ടിൻപാലും എള്ളെണ്ണയും കൂട്ടിക്കാച്ചി അരിച്ചു വെച്ച് ചെവിയിൽ ഉറ്റിച്ചാൽ കേൾവിക്കുറവ് മാറും. ബാധിര്യം, ചെവി വേദനയ്ക്ക് നന്നാണ്. ആനച്ചുവടി വേര്, കുറുന്തോട്ടി വേര്, ദേവതാരം, ചിറ്റരത്ത, വെള്ളക്കുന്തിരിക്കം, ആനച്ചുവടി, കുറുന്തോട്ടി, ദേവതാരം, ചിറ്റരത്ത, വെള്ളക്കുന്തിരിക്കം എണ്ണ ചേർത്ത് കാച്ചി അരിച്ച് തേച്ചാൽ എല്ലാ വാതവേദനയും തോതം എന്നാണ് അതിന് പറയുക, അത് മാറും. ഉണക്കമുന്തിരിങ്ങ, കീഴാർനെല്ലി സമൂലം, കഞ്ഞുണ്ണി, മൈലാഞ്ചിയില, ചെറുനാരങ്ങ, പപ്പായയുടെ തളിരില, കോലരക്ക്, തകരം എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്, വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പാട്ടയല്ല, പാട്ടം കുറിച്ചിട്ടേക്കരുത്. തകരം തന്നെ പെരിങ്ങലത്തിൻ്റെ വേര്, വെള്ളക്കുന്തുരുക്കം, ഇവ കഷായം വെച്ച് അതിൽ ആ ഉണക്കമുന്തിരിങ്ങ 1 കിലോയാണ് എടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഒരു 15 ഗ്രാം വെച്ചെടുത്താൽ മതി. 1 കിലോ ഉണക്കമുന്തിരയ്ക്ക് 15 ഗ്രാം വെച്ചെടുത്ത് കഷായം വെച്ച് കുറുക്കി അരിച്ചെടുത്ത്, പല യോഗങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് എളുപ്പത്തിനുള്ളതാണ് ഈ 1 കിലോയും ബാക്കിയുള്ളതുമായി പറഞ്ഞത്. അത് സാമാന്യേന ഫലപ്രദമാണ്. അരിച്ചെടുത്ത് പഞ്ചസാരയും അന്നഭേദി സിന്ദൂരവും ചേർത്ത് സിറപ്പാക്കുക. സ്പൂണെ നിൽക്കണം, ആ പരുവത്തിൽ സിറപ്പാക്കുക. അന്നഭേദി സിന്ദൂരവും, അത് ഞാൻ പറഞ്ഞ അളവിലെടുക്കുമ്പോൾ അന്നഭേദി 10 ഗ്രാം ചേർക്കണം. അത് ഒരു 8 ലിറ്റർ വെള്ളത്തിൽ വെന്ത് 2 ലിറ്റർ ആക്കുക. പഞ്ചസാര പറയാം, 2 ലിറ്റർ ആക്കുക. 2 ലിറ്റർ കഷായം എടുത്ത് അതിൽ 10 ഗ്രാം അന്നഭേദി സിന്ദൂരവും ഏതാണ്ട് 1 കിലോഗ്രാം പഞ്ചസാരയും ചേർക്കുക. അപ്പം നല്ല സിറപ്പ് ഫോമിലാവും. 1/2 കിലോ ആയാലും സിറപ്പാകും, പക്ഷേ കുറേ കൂടെ അയവായിരിക്കും. അങ്ങനെ സിറപ്പ് ഫോമിലാക്കി വച്ച് 1 സ്പൂൺ വീതം, ടോണിക് എന്നാണ് പറയാവുന്നത്, ഏറ്റവും വലിയ രക്തപോഷണി ടോണിക്കാണിത്. ഏറ്റവും വലിയ കാര്യം ALL, AML, അതിൽ ALL-M2, CML തുടങ്ങിയ ലുക്കീമിയകളിൽ ബ്ലാസ്റ്റ് കുറയാനും പ്ലേറ്റ്ലെറ്റ് കൂടാനും
WBC നിയന്ത്രിതമായി നിൽക്കാനും ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനും ഏറ്റവും ഫലപ്രദമായ ഔഷധമാണ്. ഈ ഒറ്റ മരുന്നിനെ ശരിയായ ദിശയിൽ ഉപയോഗിച്ചാൽ ഈ പറഞ്ഞ ലുക്കീമിയകൾ കയ്യിലൊതുങ്ങും. ഇതാണെന്ന് ഡയഗ്നോസ് കഴിഞ്ഞ് ഉടനെ കൊടുത്താൽ ഒരു കീമോതെറാപ്പിയും വേണ്ട, ഒന്നും വേണ്ട. 100% ഫലപ്രദമാണ്. എല്ലാ രക്തവികാരങ്ങൾക്കും നല്ലതാണ്. ആടലോടക വേര് അടുത്തത്. കണ്ടകാരിച്ചുണ്ട വേര്, പൊന്നാവീരം, പൊന്നാൻ തകരാന്നും പറയും, ചുക്ക്, മുളക്, തിപ്പലി, വെള്ളപ്പൈനിൻ്റെ തൊലി, സർജരസവും ഉപയോഗിക്കാം, വെള്ളക്കുന്തിരിക്കവും ഉപയോഗിക്കാം. നല്ലത് വെള്ളപ്പൈനിൻ്റെ തൊലിയാണ്. എന്നിവ കഷായം വെച്ച് നിർഗുണ്ട്യാദി ഘൃതം ചേർത്ത് കഴിച്ചാൽ അലർജി, ചുമ എല്ലാം മാറും. ചെത്തിപ്പൂവ്, ചെത്തിവേര്, വെള്ളപ്പയറിൻ്റെ തൊലി സമം ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ ത്വക്ക് രോഗങ്ങളും കുഷ്ഠവും മാറും. അടുത്തത് നിമ്പാതി കഷായ യോഗത്തിൽ നിമ്പാതി കഷായം ശാസ്ത്രയോഗമൊക്കെ നോക്കിയാൽ കിട്ടും. മുഴുവൻ എഴുതണ്ടല്ലോ എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് എഴുതിയാൽ മതിയല്ലോ എന്ന് വെച്ചാണ്. നിമ്പാതി കഷായ യോഗത്തിൽ വെള്ളപ്പൈനിൻ്റെ തൊലി ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ ആമവാദം മാറും. അത് നിമ്പാതി ആവണക്കെണ്ണ ഉണ്ടാക്കുമ്പോഴും നിമ്പാമൃതാദി ആവണക്കെണ്ണയുണ്ട്, അതുണ്ടാക്കുമ്പോഴും ഈ തൊലി ചേർത്താൽ ആമവാദത്തിന് നല്ലതാണ്. തകരം, ചെറുകടലാടി, നിലംപരണ്ട, പെരിങ്ങലം, വെള്ളപ്പൈനിൻ്റെ വിത്ത്, കഷായം വെച്ച് കഴിച്ചാൽ ആഗന്തുകങ്ങളായ എന്ന് പറഞ്ഞാൽ കൃമിജങ്ങളായ സൂക്ഷ്മ കൃമികൾ കൊണ്ടുണ്ടാകുന്ന ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ അണുകങ്ങളാൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും മാറും. കാരണം ഏറ്റവും ശക്തമായ അണുനാശകമാണെന്ന് സാരം. ഗോമൂത്രം, ചാണകനീര്, പാല്, തൈര്, നെയ്യ്, ചുക്ക, മുളക്, തിപ്പലി, മുത്തങ്ങ, അരുത, പീനാറിക്കാതൽ, കുളച്ചമ്മി, തകരം,
വിട്ടുപോയോ? ഗോമൂത്രം, ചാണകനീര്, പാല്, തൈര്, നെയ്യ്, ചുക്ക്, മുളക്, തിപ്പലി, മുത്തങ്ങ, അരുത, പീനാറിക്കാതൽ, കുളച്ചമ്മി. അത് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. നാടൻ പേര് കുളച്ചമ്മി എന്നാണ്. ഏതാണ്ട് മത്സ്യാക്ഷി പോലെ ഇരിക്കും, മീനാങ്കണ്ണി പോലെ ഇരിക്കും. അതിനാണ് പറയുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ മുള്ളൻ പായൽ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാം. മുള്ളൻ പായൽ എന്ന് കേട്ടിട്ടുണ്ടാവും. അതും ഉപയോഗിക്കാം. മുള്ളൊന്നുമില്ലതിന്. വെള്ളത്തിൽ നിൽക്കുമ്പോൾ മുള്ളു പോലെ തോന്നും. വെള്ളത്തിൽ നിന്ന് മുകളിലെടുത്ത വെറും പാഴിയാണ്. അതിനും ആ പേര് പറയും. അടുത്ത കുളത്തിലുണ്ടോ? തകരം, പാൽമുതുക്ക്. തകരം, പാൽമുതുക്ക്, വെള്ളപ്പൈനിൻ്റെ വിത്ത് ഇവ ചേർത്ത് കഷായം വെച്ച് മാനസമിത്രം ഗുളിക ചേർത്ത് കഴിച്ചാൽ അപസ്മാരവും പശുക്കരണിയും എല്ലാം മാറും. ഗ്രഹപീഡകളൊക്കെ മാറും. വെള്ളപ്പൈനിൻ്റെ കറ കാത്തായിട്ട് വാങ്ങിക്കാൻ കിട്ടും. കരിങ്ങാലി വറ്റിച്ചെടുക്കുന്നതാണ് കാത്ത്. പലാശക്ഷാരം, ഫ്ലാഷിൻ്റെ ക്ഷാരം എന്നിവ അരച്ച് 1/2 ടീസ്പൂൺ. നെല്ലിക്കാനീരിൽ കഴിച്ചാൽ സ്ത്രീകളുടെ ആർത്തവം ക്രമമാവും. ഫ്ലാഷിൻ്റെ ക്ഷാരം തനിച്ചോ വെള്ളപ്പൈനിൻ്റെ കറ മാത്രമായോ കാത്തു മാത്രമായോ കൊടുത്താലും കുറച്ച് ബലം കിട്ടും. മൂന്നും കൂടെ ചേർന്നാൽ നല്ല ബലം കിട്ടും. വെള്ളക്കുന്തുരുക്കം. വസ്ത്യാമയന്തക കൃതത്തിൽ ചാലിച്ച് കഴിച്ചാൽ മൂത്രക്കുഴലുകളിൽ വരുന്ന രോഗങ്ങൾ മാറും. അടുത്ത നക്ഷത്രം ഇത്ര 20 അല്ലേ? 19 പറഞ്ഞു. പൂരാടം. വൃക്ഷം ആറ്റുവഞ്ചി. നക്ഷത്രഗണനയിൽ 20ാമത്തെ നക്ഷത്രം. അപ്പ്. വെള്ളമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. പൂരാടത്തിൻ്റെ ദേവത വെള്ളം. അതുകൊണ്ട് വെള്ളത്തിൻ്റെ എല്ലാ പര്യായവും നക്ഷത്രത്തിൻ്റെ പര്യായമാണ്. നിങ്ങളിതൊക്കെ പഠിക്കുമ്പോൾ, ഈ നക്ഷത്രമൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ, ബ്ലഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുകൾ,
സമാനങ്ങളായ രോഗങ്ങൾ ഇവയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുക. അതിന് നക്ഷത്രങ്ങളുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചുമ്മാ നോക്കുക. ഉണ്ടെന്നും ഇല്ലെന്നോ ഒന്നും ആദ്യം തീരുമാനിക്കണ്ട. ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗ്രൂപ്പുകൾ തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്നൊക്കെ നോക്കുക. രസകരമാണ് ആ പഠനം. പൂരാടത്തിന് പൂർവാഷാഢം എന്നും പേരുണ്ട്. മുറത്തിൻ്റെ ആകൃതിയിലുള്ള 2 നക്ഷത്രങ്ങളാണ് പൂരാടം. ഇതിൻ്റെ ഉദയം ധനുവിൽ 15-ാം ഭാഗത്താണ്. ഈ നക്ഷത്രം സ്ഥൈതികമാണ്, സ്ഥിതി നക്ഷത്രമാണ്. ഇത് പുരുഷയോനിയും മനുഷ്യഗണവുമാണ്. ഇതിൻ്റെ ഭൂതം വായുവാണ്. പൂരാടത്തിൻ്റെ വൃക്ഷം വഞ്ചിയും മൃഗം കുരങ്ങുമാണ്. അക്ഷരം ഏകാരവും മന്ത്രാക്ഷരം വകാരവുമാണ്. നക്ഷത്രം ഉച്ചയിൽ വരുമ്പോൾ മീനത്തിൽ 1 നാഴികയും 42 വിനാഴികയും ചെല്ലും. മധ്യമരജ്ജുവിൽ ഭരണി, മകയിരം, പൂരം, ചിത്തിര, അനിഴം, അവിട്ടം, ഉത്രട്ടാതി എന്നീ 4 നക്ഷത്രങ്ങളുമായി മധ്യമരജ്ജു വരുമ്പോൾ ഭരണി, മകയിരം, പൂരം, ചിത്തിര, അനിഴം, അവിട്ടം, ഉത്രട്ടാതി 7 നക്ഷത്രങ്ങൾ. 7 നക്ഷത്രങ്ങളുമായി ഈ നക്ഷത്രം വിവാഹ ചർച്ചയ്ക്ക് നന്നല്ല എന്ന് ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട്. അതിൽ പൂയവുമായി വേദവുമുണ്ട്. പൂരാടം വന്ധ്യനക്ഷത്രമാണ്. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് വർജ്യമാണ്. നല്ല കാര്യങ്ങൾക്ക് പൂരാടം എടുക്കുകയില്ല. എന്നാൽ കൃഷി, കുളം, കിണർ മുതലായവ കുഴിക്കുന്നതിനും വിഗ്രഹ നിർമ്മാണത്തിനും ബന്ധമോചനത്തിനും, നിലവിലുള്ള ബന്ധം മോചിപ്പിക്കാനും, ഛേദനകർമ്മങ്ങൾക്കും, എവിടെയെങ്കിലും കീറാനോ മുറിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും ഒക്കെ നക്ഷത്രം നല്ലതാണ്. ക്രൂരകർമ്മങ്ങൾക്ക് അത്യുത്തമം. പൂരാട ദിവസമാണ് പഴയ ആളുകൾ മൃഗങ്ങളെ കൊല്ലുന്നതും തിന്നുന്നതും ഒക്കെ. പാപം കുറയുമെന്നാണ് വൈദ്യം. ഛേദനാദി കർമ്മങ്ങൾക്ക് ഇത് വളരെ നല്ല നാളായിട്ടാണ് കണക്കാക്കുന്നത്. 28 ദിവസം കൂടുമ്പോൾ 27 ദിവസം കൂടുമ്പോൾ ഏതായാലും വരും. അപ്പോൾ ആ നിലയ്ക്ക് ഒരു മാസത്തിലൊരു പ്രാവശ്യം കുശാലായിട്ട് തിന്നാമല്ലോ. പഴയ ആളുകൾ കൂടുതൽ മത്സ്യം, മാംസമൊക്കെ വിറ്റിരുന്നത് ഈ നാളിലായിരുന്നു. ഈ കാരണം കൊണ്ട്, കാരണം പിടിക്കാൻ പോയിരുന്ന ഈ നാളിലായിരുന്നു. അതുകൊണ്ട് പ്രകൃതിയിൽ ധാരാളം ജീവജാലങ്ങൾ നിലനിൽക്കും. കാരണം മാസത്തിലൊരു ദിവസമല്ലേ ഉള്ളൂ. ഇപ്പോൾ പിടിച്ച് കടലിലെയൊക്കെ തീർന്നു. അത് കാരണം ഇപ്പം കൃത്രിമമായി ബ്രോയിലർ വഴിയൊക്കെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ. കാരണം അത്രമാത്രമാണ് തിന്നുന്നത്. ജീവൻ കിടക്കാനുള്ളിടത്തോളം ഒന്നും അല്ല തിന്നുന്നത്. ശരിയല്ല. പഴയ ആളുകൾ ലളിതമായി ജീവിച്ചതിൻ്റെ ഒരു മര്യാദ വരും കാലത്തെ കൂടെ മുമ്പിൽ കണ്ടു.
നമുക്ക് ശേഷം ഇവിടെ ആളുകളുണ്ടാവും ഇത് മുഴുവൻ തിന്നേച്ച് പോകരുത് എന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല, തിന്നുന്നതിൽ കൂടുതൽ വേസ്റ്റ് രണ്ടു വഴിക്കും വരും. തിന്നാൻ എടുക്കുന്നതിൻ്റെ വേസ്റ്റ്, രണ്ട് തീറ്റ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന വേസ്റ്റ്. ഈ രണ്ട് വേസ്റ്റും കാരണം രോഗങ്ങൾ കൂടും. പഴയ കാലത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് വേസ്റ്റ് വളരെ കൂടുതലാണ്. ഡംപ് ചെയ്യാൻ സ്ഥലമില്ല. ഇങ്ങോട്ടൊക്കെ എത്തി തുടങ്ങിയെന്ന് തോന്നുന്നു, ബ്രഹ്മപുരത്തുനിന്ന് മണമൊക്കെ അല്ലേ? രാത്രിയാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടൊക്കെ മണമൊക്കെ എത്തി തുടങ്ങിയെന്ന് തോന്നുന്നു. മുഴുവൻ തിന്നതാ നമ്മുടെ കൂട്ടിയിരിക്കുന്നത്. തിന്നാവുന്നിടത്തോളം വേസ്റ്റ് തിന്നിട്ടാന്ന് ഓർക്കണം. പഴയ കാലത്ത് ഈ വേസ്റ്റൊന്നും തിന്നിയല്ല. പഴയ കാലത്ത് കുടലും പണ്ടൊന്നും തിന്നിയല്ല. അതൊക്കെ കുഴിച്ചു മൂടുകയുള്ളൂ. പഴയ കാലത്ത് തലയൊന്നും എടുക്കുകയില്ല, വല്ല മരുന്നിനും എടുത്തെങ്കിലേ ഉള്ളൂ. ഇന്ന് തലയൊക്കെ തറച്ച് കയറ്റുകയാണ്. Am I right? ശരിയല്ല? അതിലൊക്കെ കൂടുതൽ കുടലും പണ്ടും ഒക്കെ തിന്നുകയാണ്. വൈകുന്നേരം മാരുതി കാറുമായിട്ട് നിങ്ങളെല്ലാം പോകുന്നത് കുടല് തിന്നാനാവും. ഞാൻ ആ പേര് പറയണ്ടെന്ന് വിചാരിച്ചാണ്. അതിനകത്താണ് ഈ പന്നിയുടെയൊക്കെ കുടലാകുമ്പോൾ മിക്കവാറും മനുഷ്യൻ്റെയൊക്കെ മലം ഉണ്ടാവും. അതുകൊണ്ട് രുചി വളരെ കൂടുതലാണെന്നാണ് ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടിട്ടുള്ളത് ആളുകൾ. ഈ രുചി ഇങ്ങനെ പിടിച്ചാൽ ചിലപ്പോൾ വീട്ടിൽ അടുപ്പുകല്ലിലേക്ക് കയറിയിരുന്ന് ദോശക്കല്ലിലേക്ക് പിടിപ്പിച്ചിട്ട് കഴിക്കുമോ പൊരിച്ചെന്നുള്ളതാണ് ഇപ്പോൾ സംശയം. അറപ്പൊക്കെ മാറുമെന്ന് തോന്നുന്നു ഈ കണക്കിന് പോയാൽ. അല്ല, അങ്ങനെ ഒരു കാലം വരികയാണെങ്കിൽ സിദ്ധനാകാമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. കാരണം ഇപ്പം ഇത് എഴുതി വയ്ക്കുമ്പോൾ സ്വാമി അന്ന് പറഞ്ഞ പോലെ സംഭവിച്ചു എന്ന് ചില വില്ലന്മാർ പറയുമല്ലോ എന്ന് വിചാരിച്ചാണ്. ഇത് കണക്ക് കൂട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല, സാമാന്യ ലോജിക്കൊക്കെ മതി. Am I right? അതുകൊണ്ട് കാലം അങ്ങനെയായി ഓടിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിചിത്രമായത്. തീറ്റ സർവത്ര തിന്ന് മുടിക്കുകയാണ്. പഴയ ആളുകൾ വിചാരിച്ചത് നമ്മളിത് മുഴുവൻ തിന്നാൽ എങ്ങനെയാണ്, വരും തലമുറയ്ക്കും തിന്നാൻ വേണമല്ലോ, വരുന്ന കാലത്തും ജീവിക്കണം. സോഷ്യലിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ ഒക്കെ ഒരു കാലത്ത് തൊഴിലിൻ്റെ മാഹാത്മ്യം പറഞ്ഞു, മിച്ചത്തിൻ്റെ സിദ്ധാന്തം പറഞ്ഞു. തൊഴിലാളിയുടെ തൊഴിൽ വിലയ്ക്ക് വാങ്ങിച്ച് വലിയൊരു വിലയ്ക്ക് വിറ്റ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ദാസ് ക്യാപിറ്റൽ ഗംഭീരമായിട്ട് പറഞ്ഞു. ബർട്രണ്ട് റസലിനെ പോലുള്ള ആളുകൾ വളരെ ഗംഭീരമായി പറഞ്ഞു, കുത്തകകൾ വന്നാൽ എല്ലാം നാശമാവും. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ കോഴിയെ വളർത്തി മുട്ട വിറ്റിട്ടാണ് അരി വാങ്ങിക്കുന്നത്. വേറൊരുത്തൻ മാംസം കൊണ്ട് കൊടുത്തിട്ടാണ് ബ്രെഡ് വാങ്ങിക്കുന്നത്. മറ്റൊരുത്തൻ ബ്രെഡ് കൊണ്ട് കൊടുത്തിട്ടാണ് പച്ചക്കറി വാങ്ങിക്കുന്നത്. വേറൊരുത്തൻ പച്ചക്കറി വിറ്റിട്ടാണ് അരി വാങ്ങിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ അന്ന് കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. മുതലാളി കള്ളനാണെന്ന് പറഞ്ഞു. Am I right? ഇന്ന് കമ്മ്യൂണിസം എന്നോ കോൺഗ്രസ് എന്നോ ഒന്നും ഭേദമില്ലാതെ മാളുകളുടെ ഉദ്ഘാടനത്തിന് വന്നിരുന്നിട്ട് പറയുകയാണ്, ഇതൊരു അത്ഭുത ലോകമാണ്, ഇതൊരു അനിവാര്യ ലോകമാണ്, ഇതിലേക്കൊക്കെയാണ് നമ്മൾ വികസിക്കേണ്ടതെന്ന് നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാം ഒരിടത്ത് വിൽക്കുക, ഇടത്തരം കച്ചവടക്കാരനും ബാക്കിയുള്ളവനുമൊക്കെ കുത്തുവാള എടുക്കുക. ഇനി അവസാനം എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ കറണ്ട് വന്നെന്ന് തോന്നുന്നു. ഓൺ ചെയ്ത് നോക്കിയേക്കാം. ഇല്ല ഇല്ല, അതല്ലേ നിങ്ങൾ പറഞ്ഞേ. എന്നിട്ട് കറണ്ട് വന്നില്ല. എന്നാ പിന്നെ ആ വെളിച്ചം കിടന്നോട്ടെ, ആ ഒരെണ്ണം വെളിച്ചം കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇത് മാത്രം മതി.
ഇല്ല, പുറകെ കേൾക്കാൻ മതി. എൻ്റെ ശബ്ദം അങ്ങ് പുറകെ കേൾക്കാം. അതിന് മൈക്ക് വേണമെന്നില്ല, കേൾക്കാൻ പറ്റേ. മൈക്ക് വെച്ചാൽ കേൾക്കുന്നതിനേക്കാൾ ഒച്ചയുണ്ട്. എന്തോ കാരണം പറയുന്നത് ഞാനല്ലേ, അയ്യരെന്തിൽ ഇത്ര പേടിക്കുന്നത്? അയ്യര് പ്രായം കൊണ്ട് അയ്യരേക്കാളും ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും ശബ്ദം കൊണ്ട് ഞാൻ എന്നും മുന്നില്ല. ഈ ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കുകയോ അയ്യര്. ഇതിൻ്റെ ഒറ്റ വകുപ്പിലാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അപ്പോ എവിടെയാ പറഞ്ഞു നിർത്തി? ഇപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് എല്ലാ പാർട്ടികളും പോയി. ഇതൊരു വലിയ കേമാണ്. നിങ്ങളുമൊക്കെ പൊക്കോണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അരിയും തുണിയും പയറും പരിപ്പും മുട്ടയും ബ്രെഡും ബണ്ണും കേക്കും എല്ലാം ഈ ഒരു സ്ഥലത്ത് കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മേടിക്കും. കറ പോയി കമ്പ്യൂട്ടറിൽ ബില്ല് കിട്ടും. കാണാവുന്നൊരു വലിയ പ്രപഞ്ചമാണ്. ഇതോടുകൂടി ഈ ഇടത്തരക്കാരനെല്ലാം അങ്ങ് വലിഞ്ഞു കഴിയുമ്പോൾ ഇത് കൂടും. അപ്പോൾ ഈ ഇടത്തരക്കാരൻ വിറ്റിട്ട് വാങ്ങിച്ചവന് പർച്ചേസിങ് പവർ ഇല്ലാതാവും. രാജ്യം അരാജകത്വത്തിലെത്തും. ദുബായ്, ഖത്തർ, അമേരിക്ക, ഇംഗ്ലണ്ട് അരാജകത്തിലെത്തിച്ച മാളുകാരനെല്ലാം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെയൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. ഇവിടെ നിന്നൊക്കെ തന്നെ സാധനം വാങ്ങിക്കണം. എങ്കിലേ നിങ്ങളുടെ പിള്ളേർ കുത്തുവാളെ എടുക്കുകയുള്ളൂ. മനസ്സിലാവുമോന്നറിയില്ല. ഇതൊക്കെ മനസ്സിലാകാറാകുമ്പോഴേക്ക് നിങ്ങളുടെ വായി വെള്ളമൊഴിച്ചു തരാറാവും. മനസ്സിലാവുമോന്നറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. ഇതിന് സാമ്പത്തിക ശാസ്ത്രം ശരിക്കും കാർന്നോന്മാരിൽ നിന്ന് പഠിക്കണം. അല്ലാതെ സാമ്പത്തിക ശാസ്ത്രം എഴുതാൻ അറിയാൻ മേലാത്ത മന്ത്രി വല്ലതൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ച് പാരഗ്രാഫ് ഒപ്പിച്ച് ബജറ്റ് തയ്യാറാക്കിയാൽ പോരാ. വിവരം വേണം. ദേഷ്യം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ സുഖത്തിനകത്ത് സ്വാമി കൈയിട്ട് വരുന്നു എന്ന് തോന്നൽ. പരമാനന്ദ സുഖാന്തിയോ കാറ് കൊണ്ടെന്നങ്ങ് നിർത്തിയിട്ട് എല്ലാം മേടിച്ച് വലിച്ചു കയറ്റി പോന്നാൽ മതി. ഒരു ദിവസം അനുഭവിക്കൂ. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ബ്രെഡ് വിറ്റവൻ ആ കാശ് കൊണ്ടാ പോയി ഉഴുന്നു വാങ്ങിക്കുന്നത്. ഈ ബ്രെഡ് അവന് വിൽക്കാൻ ചാൻസ് ഇല്ല വന്നാൽ പിന്നെ അവൻ്റെ ഈ പൈസ ഇല്ല. മനസ്സിലായില്ല? അപ്പോൾ പിന്നെ അവന് പർച്ചേസിങ് പവർ ഇല്ല. അപ്പോൾ ആദ്യം ബ്രെഡുകാരൻ്റെ ബ്രെഡ് നിന്നു, മത്തിക്കാരൻ്റെ മത്തി നിന്നു. കാരണം മത്തി പലതരം മീൻ ഇവിടെ വെച്ചിരിക്കുകയാണ്. കാരണം വന്ന് നിങ്ങൾ പിടിച്ച് കാശ് കൊടുത്ത് പോയാൽ മതി. കാരണം കുളമുണ്ടാക്കി മീനെ പിടിച്ചുകൊണ്ടെന്ന് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കാശ് തന്നാൽ മതി. അങ്ങനെയല്ലേ ഇപ്പം? അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് സുഖം കിട്ടി, സംഗതിയൊക്കെ ഗംഭീരം. പക്ഷേ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോൾ ആദ്യം ബ്രെഡുകാരന് പർച്ചേസിങ് പവർ ഇല്ല, ബ്രെഡ് നിന്നു, അവൻ്റെ പർച്ചേസിങ് പവർ പോയി. പിന്നെ മത്തിക്കാരൻ്റെ പോയി, പിന്നെ വേറൊരുത്തൻ്റെ പോയി. അവസാനം ഇത് മേടിക്കാൻ ചെല്ലാൻ ആരും ഇല്ലാതായി. കാശില്ലാതെ വരുമ്പോൾ കടം വാങ്ങിക്കണം, ബാങ്കിൽ നിന്നോ അയൽവക്കത്തുനിന്നോ. അതും ഇല്ലാതെ വരുമ്പോൾ കടം കൊടുത്തു തീർക്കാൻ പറ്റാതെ വരുമ്പോഴേക്ക് തൃപ്പൂണിത്തറയിൽ ഒരുത്തം പൂട്ടിയ പോലെ അല്ലേ? അയ്യരെയൊക്കെ അവിടെ ക്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് ഞാൻ പറയുന്ന മോശം, മൈക്കിൽ അയ്യർക്ക് പറയാം, അതുപോലെ എനിക്ക് പറയാൻ പറ്റും. ഒരു പ്രോട്ടോക്കോളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ല, അയ്യരാ പറഞ്ഞത്. കാരണം അയ്യരൊക്കെ അവിടെ ക്യൂ നിന്നിട്ട് വലിയ സന്തോഷമായിരുന്നു. കാരണം ചക്കക്കുരു, മാങ്ങ പട്ടരായതുകൊണ്ട് വെട്ടിത്തേച്ച് കഴിയാൻ മീൻ കിട്ടിയെന്ന് പറഞ്ഞില്ല. പക്ഷെ നിങ്ങളിൽ പലരും അവിടെ പോയി നിന്നിട്ട് കറുത്ത പ്ലാസ്റ്റിക് കൂടിനകത്ത് വെട്ടിത്തേച്ച് കഴുകിയ മീൻ കൊണ്ടുപോയി അടുപ്പത്തേക്ക് ഇട്ടാൽ മതി. അമ്മായി റൈറ്റ്? വല്ലാത്ത സന്തോഷമായിരുന്നു. അവസാനം പാവപ്പെട്ടവൻ കൊണ്ട് കൊടുത്ത സാധനത്തിനൊക്കെ കാശും കൊടുക്കാനില്ലാതെ അപ്പം ഏറ്റവും അവസാനം മത്തി, അയല, ബ്രെഡ്, മാംസം ഇതിൻ്റെ ഓരോരുത്തരും നിർത്തി അതിൻ്റെ അങ്ങേറ്റത്തെ കിഴക്കേ അരികിൽ അവസാനം മാളുകാരനും ഉണ്ടാവും. അപ്പം രാജ്യ അരാജകത്വത്തിൽ. ഇതിന് പ്ലാനിങ് എന്ന് പറയുന്നത് നന്നായിരിക്കണം.
അതിനാളും തിരക്കും ഉണ്ടാക്കാൻ ആഭ്യന്തരമന്ത്രി പോലീസിനെ വിളിച്ചിട്ട് വണ്ടി അവിടെ ഇവിടെയൊക്കെ തടഞ്ഞിടൂ, ഒരു 3 കിലോമീറ്റർ തിരക്കാകിട്ടൂ എന്ന് പറഞ്ഞ് നടത്തിയാൽ പോരാ. ഭരിക്കുന്നവന് വിവരം വേണം, ഭരണീയന് വിവരം വേണം, പർച്ചേസിന് പോകുന്നവന് വിവരം വേണം, വിൽക്കുന്നവന് വിവരം വേണം, സ്വാർത്ഥത കുറയണം, പുരോഗതി വേണമെങ്കിൽ. അപ്പോൾ ഇത് പറയാൻ ഒരുപാട് കാൽക്കുലേഷൻ ലോജിക്കൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. അപ്പോൾ തിന്ന് കയറ്റുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കണം, ആവശ്യത്തിനൊക്കെ മേടിച്ച് തിന്നാവും, വേസ്റ്റ് അധികം വരുത്തരുത്, പരമാവധി വേസ്റ്റ് കുറയ്ക്കണം, വേസ്റ്റ് കൂടുതലുണ്ടാകുന്നൊന്നും തിന്നരുത്. മനസ്സിലായില്ല? ജീവിതം ആരോഗ്യപൂർണ്ണമാകണമെങ്കിൽ ഉള്ള വേസ്റ്റ് ഭംഗിയായി കുഴിച്ചു മൂടണം, അത് റീസൈക്കിൾ ചെയ്ത് വരണം, ഇങ്ങനെയുള്ള പ്രതിബദ്ധതയൊക്കെ ഉണ്ടാവണം. എങ്കിൽ ആരോഗ്യത്തോടെ പിള്ളേർ ജീവിക്കും. അല്ലെ കണ്ണടയുന്നതിന് മുമ്പ് അതൊക്കെ കാലം തലയിട്ട് തല്ലുന്നത് കണ്ടിയാവും. എന്നോട് നല്ല സ്നേഹം തോന്നുന്നു. ആണോ? സന്തോഷമില്ലേ? അതുകൊണ്ട് ഈ കൊലപാതകത്തിനൊക്കെ പറ്റിയ നക്ഷത്രമാണ് പൂരാടം. ക്രൂരകർമ്മങ്ങൾക്കൊക്കെ ഇത് കൊള്ളാം. പൂരാടത്തിന് പാദദോഷമുണ്ട്. 1-ാം പാദം 1-ാം കാൽ മാതാവിന്, 2-ാം കാൽ പിതാവിന്, 3-ാം കാൽ മാതുലന് അമ്മാവന്, 4-ാം കാൽ ജാതന് ഒക്കെ ദോഷമാണെന്നാണ്. 1-ാം കാൽ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രം എടുക്കുമ്പോൾ ആ ദിനം 4ആയിട്ട് വിഭജിക്കുക. അതിലെ ആദ്യ പാദത്തിൽ ജനിച്ചാൽ, 1-ാം കാലിൽ ജനിച്ചാൽ അവൻ്റെ ജനനം കൊണ്ട് മാതാവിന് രോഗങ്ങളും മരണവുമൊക്കെ വരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. ഇല്ലെങ്കിൽ മാതാവിൻ്റെ കാര്യം ഗതികേടിലാണ്. 2-ാം കാൽ പിതാവിന്. അതിനെപ്പറ്റി ഒരു തമാശക്കാരൻ പറയുന്നത്, പിതാവിൻ്റെ കാര്യം വലിയ പേടിക്കാനില്ല, ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് മിക്കവാറും അയൽവക്കത്തായിരിക്കും ആളെ പിടിക്കുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ടതാണ്. ഇതിങ്ങനെ ഒരു ജ്യോതിഷി പറഞ്ഞതാണ്. കാരണം പിതാവ് മരിച്ചില്ലല്ലോ എന്ന് ഭാര്യയെന്ന് സങ്കടം പറഞ്ഞു. അപ്പോൾ ജ്യോതിഷി പറഞ്ഞത്, അയൽവക്കത്തൊരാൾ മരിച്ചില്ലേ, ഔവ്വ സമാധാനിച്ചോളൂ, എനിക്കതല്ലായിരുന്നു സമാധാനം, പോകേണ്ടത് ഈ കാലമാടനായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് 2-ാം കാൽ പിതാവിനും 3-ാം കാൽ മാതുലനും അമ്മയുടെ സഹോദരനും, 4-ാം കാൽ അയാൾക്ക് തന്നെയും ജാതനും എന്ന് പറഞ്ഞാൽ ജനിച്ച കുഞ്ഞിനും ദോഷമാണ്. അതിന് പ്രായശ്ചിത്തങ്ങൾ, കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ, ദാനം മുതലായവയൊക്കെ ഉണ്ടെങ്കിൽ പുണ്യം കൊണ്ട് അതിനെ കടന്നു പോകാം. അതിന് വിധികളുണ്ട്, അതിന് പ്രോപ്പറായിട്ടുള്ള വിധികളുണ്ട്. ദോഷങ്ങൾക്കെല്ലാം പ്രോപ്പറായ പരിഹാര മാർഗങ്ങളും വിധികളും ഉണ്ട് മനസ്സിന്. ജനിതകത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ മരണമൊക്കെ ഉണ്ടാകുന്നത്. റിക്തതിഥികൾ ശനി, ധനു, ലഗ്നം എന്നിവ ചേർന്ന് വരുന്ന രംഗത്താണ് ഈ ദോഷം. ഈ നാളിനും, എല്ലാ പൂരാടം നാളിനും ഈ ദോഷമില്ല. ആ ദോഷം വരുന്നത് റിക്തതിഥികൾ ചേർന്ന് വരുന്നതാണ്. പൂരാടം നാളിൽ ജനിച്ചവർ വിനയശീലരും ശുദ്ധഹൃദയരുമാണ്. വല്ലവരും ഉണ്ടെങ്കിൽ ശരിയാണോ എന്നൊക്കെ നോക്കിക്കൊള്ളുക. പൂരാടം നാളിലുള്ളവർ ശുദ്ധഹൃദയന്മാരാണ്, വളരെ വിനയമുള്ളവരാണ്, വളരെ തൂർന്ന ഭാഷയിലേ സംസാരിക്കും. ചടുലത അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അത്ര വിനയാന്വിതരായിരിക്കും പൂരാടം നാളുകാർ എന്നാണ്
ശാസ്ത്രങ്ങൾ പറയുന്നത്. എന്നാൽ പലപ്പോഴും പൂരാടൻ നാളുകാരോട് ഇടപെട്ടാൽ അറിയാം, അവർ മുൻകോപികളാണ്. പെട്ടെന്ന് കോപിക്കും, പെട്ടെന്ന് തണുക്കും. വല്ലവരും ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ, ശരിയാണോ? പരിചയക്കാരൊക്കെ അങ്ങനെയാണോ? പെട്ടെന്ന് വേറവരും കോപിക്കും, ചുണ്ടുപറയ്ക്കും, ചൂടാവും, ഒക്കെ ചെയ്യും. അതുപോലെ തണുക്കും. ഏറ്റവും ആത്മാർത്ഥതയുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ കോപം വരുന്നത്. കാര്യങ്ങളോട് കൃത്യമായ ആത്മാർത്ഥതയുള്ളവരാണ്. കൂടെ കൂടിയാൽ മിക്കവാറും ഈ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ പൂരാടന്മാരുണ്ടാവും. പ്രത്യേകിച്ച് ഒറ്റ പൂരാടന്മാർ. വലിയ സമ്പന്ന വീട്ടിലൊക്കെ ജനിച്ച ഒറ്റ പൂരാടന്മാരായി വന്ന് പൊളിറ്റിക്സിലൊക്കെ കയറി വന്നവന്മാരുണ്ടാവും. കൂടെ ശിങ്കിടി പാടിയാൽ കൈ അയച്ച് സഹായിക്കും. എന്ത് കോമാളിത്തരം കാണിച്ചിട്ട് വന്നാലും രക്ഷിക്കും. അല്ല, എന്ന് പറഞ്ഞാൽ ഒരു മകനേ ഉള്ളൂ, അത് പൂരാടുവാണ്. ആകെ ഒരുത്തനേ ഉള്ളൂ, അവൻ പൂരാടുവാ. മനസ്സിലായില്ല? ഈ പഴയൊരു പദമാണ്, കേട്ടിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലല്ലേ? അവൻ ഈ ഒറ്റപ്പൂരാടനാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആകെ ഒരുത്തനേ ഉള്ളത്, പൂരാടുമായി പോയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആരോ അയൽവക്കത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ട്. അതാണ് ആ ഉള്ളിൽ നിന്നൊരു ചിരി വന്നത്. ആത്മാർത്ഥമായൊന്നും അതുകൊണ്ട് സ്വന്തം നാളെ പൂരാടല്ലോ, അല്ല. അപ്പോൾ സുഹൃത്തുക്കളെ കൈയയച്ച് സഹായിക്കും. ഈ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്രയിലുള്ള പൈസ മുഴുവൻ എടുത്തു. അങ്ങനെ ഈ പൂരാടൻ നാളുകാരും മറ്റുള്ളവരുമൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ പൂരാടൻ നാളുകാരൻ ഈ പൈസയൊക്കെ എടുത്ത് ചിലവാക്കി എല്ലാവനും പുട്ടടിച്ച് സുഖമായി വരും. ആരും ചോദിക്കുകയില്ല, തിരിച്ചു വേണ്ടെന്ന് ചോദിക്കുകയില്ല, ഇവനോട്ട് തിരിച്ചു ചോദിക്കുകയില്ല. നേരെ മറിച്ച് വേറെ ചില നാളുകാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിൽ നിന്ന് 1 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കണക്കെഴുതി വെച്ച് അവസാനം ഇറങ്ങുമ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടി തൻ്റെ വീതി എന്നേക്കാൻ പറയും. വണ്ടിയുടെ ടിക്കറ്റൊക്കെ എടുക്കും, പക്ഷെ ഇറങ്ങുമ്പോൾ ആദ്യം ആ കണക്കാണ് പറയും. മറ്റൊരൊന്നും കിട്ടത്തുമില്ല. അവനും കൂടെ യാത്ര ചെയ്തതിൻ്റെ ഇവന് കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവും. അത് ഈ പൂരാടൻ നാളുകാരുടെ ഒരു പ്രത്യേകതയായി പറയാറുണ്ട്. ഇവരുടെ സംഭാഷണം ഭാവനാപൂർണമാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ ലോകത്തെ കാര്യങ്ങളല്ല അവർ പറയുക, ഭാവനയിലെ കാര്യങ്ങൾ പറയും. സ്വന്തം അഭിപ്രായങ്ങൾക്ക് മാത്രം വില നൽകുന്നവരെ, അന്യരുടെ ആശയങ്ങളെ അല്പം പോലും അന്വേഷിക്കാത്തവരെ, അംഗീകരിക്കാത്തവരെ, അവരെയാണ് ഈ നാളിൽ കാണുക. സ്വന്തം അഭിപ്രായം മാത്രമേ അവർ അംഗീകരിക്കൂ. കടുംപിടുത്തമുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്കും പൂരാടൻ നാളുകാർ തയ്യാറില്ല. അതറിഞ്ഞ് കൂടെ നിന്ന് കഴിഞ്ഞാൽ കൈ അയച്ച് സഹായിക്കുകയും ചെയ്യും. മുയലിനെ നോക്കിയതിന് 4 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് 5 ആകുകയില്ല, 3 ആകുകയില്ല, 2 ആകുകയില്ല, 1 ആകുകയില്ല, കൊമ്പില്ലായ്മയാകുകയില്ല. കൊമ്പുണ്ടെന്ന് അവർ പറഞ്ഞാൽ കൊമ്പുണ്ട്. മുയലിന് കൊമ്പില്ല എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അവർ സമ്മതിക്കില്ല. നാളുകാരുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ഉള്ളതുകൊണ്ടിന് പെട്ടെന്ന് ആവേശഭരിതരാകുന്നവർ, ചെണ്ട കൊണ്ടുന്നിടത്തൊക്കെ പോയെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു തുള്ളുന്നതാണ്. ജാഥ പോയാൽ ഇവരെ കൂട്ടത്തിൽ കൂടും. ഇവരുടെ പാർട്ടി ഒന്നായിരിക്കും, പോകുന്ന ജാഥയുടെ പാർട്ടി ഇവരുടെ എതിർ പാർട്ടി ആയിരിക്കും. ചിലപ്പോൾ ആ കൂട്ടത്തിലും അങ്ങ് പോകും. ഒരു ആവേശത്തിന് പോകുന്നതാണ്. കുറച്ച് ദൂരം പോയി മുദ്രാവാക്യം മുഴക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് നമ്മുടെ പാർട്ടിയല്ല. പിന്നെ അവിടുന്ന് പതുക്കെ ന്യൂട്രലടിച്ച് വേറെ വഴിക്ക് വന്നതാണെന്ന് ഓർത്താൽ പോകും.
അത്രയും ആവേശഭരിതരാകുന്നവരാണ് പൂരാടൻ നാളുകാർ. വല്ലാത്ത ആവേശമാവും. തല്ലാനും അടിക്കാനും പിടിക്കാനും ഒക്കെ. ഈ പൂരാടൻ നാളുകാരെയും കൊണ്ട് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് ചാടിയിറങ്ങും. എൻ്റെ ഒരു കഥ തന്നെ ഇങ്ങനെയാണ്. പൂരാടൻ നാളുകാരനായ ഒരുത്തനെയും കൊണ്ടൊരു സ്വാമി ഇങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോഴാണൊരു ഭാര്യയെ ഒരു ഭർത്താവ് നല്ലപോലെ അടിക്കുന്നത്. മുറ്റത്തിട്ട് തല്ലുകയാണ്. അവിടെ അയൽവക്കത്തൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അവർക്കാർക്കും ഒരു ആവേശമൊന്നും തോന്നിയില്ല. വണ്ടി നിർത്താൻ പറഞ്ഞു ഡ്രൈവറോട്. ഡ്രൈവർ വണ്ടി നിർത്തി. ഇയാൾ ഉടനെ ചാടി ഇറങ്ങി ഓടി അങ്ങോട്ട് ചെന്നൊരു കൗളും മടലെടുത്ത് അതൊക്കെ ഒരു 4 അടി ഈ ഭാര്യയെ തല്ലുന്നവൻ്റെ മുട്ടിന് താഴെ കൊടുത്ത് ഇങ്ങനെയാണോ സ്ത്രീയോട് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞ് ആവേശമൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ആ പെണ്ണുമ്പിള്ളി ഒരു കൗളും മടലെടുത്ത് തുടങ്ങി ഇവൻ്റെ പുറത്തൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ തല്ലിയന് നിനക്കെന്താടാ ചേർ ഓടിയ വണ്ടിയൊക്കെ. ഇതുപോലെ കാണുന്നിടത്തൊക്കെ ആവേശം കാണിക്കുന്നവരാണ്. എവിടെയും ആവേശം ഉണ്ടാവും. കൂടെ ഉണ്ടോ? നിങ്ങളുടെ കൂടെ ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഒരാടെ ഇല്ല. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തീരെയില്ല. 1-2 പേര് ഇരിപ്പുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1-2 പേരുടെ നാൾ ചോദിച്ചിരുന്നു, ഇന്ന് പൂരാടാ എടുക്കുന്നതെന്ന് അറിയിക്കാതെ. ചുമ്മാ ഓരോ കാര്യത്തിനായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ന്യൂട്രലടിച്ച് ചോദിച്ചിരുന്നു. 1-2 പേരുണ്ടെന്ന് എനിക്ക് ഏതായാലും അറിയാം. ഞാൻ അങ്ങോട്ടെങ്ങും നോക്കുന്നില്ല അല്ലേ? വലിയ ധൈര്യശാലികളായിട്ടുള്ളവരും ആവേശം വന്നവർ എന്തിനും തയ്യാറാവും. ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബോട്ടണിക്കൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ചിലപ്പം ഈ മുരിക്കിൻ്റെ മുള്ളുവേങ്ങയുടെയൊക്കെ പൂവിലയും കായുമൊക്കെ വേണ്ടി ചില ഈ പെൺകുട്ടികൾ വന്നിട്ട് ഇതിന് ഈ ആവേശം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരല്പം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു ഇലയും പൂവും പറിച്ചു തരാമെന്ന് ചോദിച്ചാൽ നെഞ്ചു കൂട്ടിക്ക് പറിച്ചു കൊടുത്ത് താഴെ വരുമ്പോഴേക്കും ഒരുമാതിരി യുദ്ധം കഴിഞ്ഞ് വരുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഇവരെ മുതലെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ആവേശം പോയാൽ ഇവർ ശുദ്ധ ഭീരുക്കളാണ്, തനി പേടിത്തൊണ്ടന്മാരാണ്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇത്തരക്കാർക്ക് അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരമുണ്ട്. നേതൃത്വം ഉണ്ടാക്കുന്നതിലും ഇവർ മുൻപന്തിയിലാണ്. പല നേതാക്കന്മാരും പൂരാടക്കാരാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ തന്നെ എതിർക്കുന്നവരാരായാലും ശരി അവരെ കീഴ്പ്പെടുത്തിയിട്ട് മാത്രമേ ഇവർ വിശ്രമിക്കുകയുള്ളൂ. എല്ലാവർക്കും ഉറങ്ങാൻ പറ്റില്ല. അവർ പോയി കിടന്നാൽ ഉറക്കം വരില്ല. മറ്റവനെ എങ്ങനെ ഒന്ന് അടിച്ച് വീഴ്ത്തിയിട്ട് കിടന്നുറങ്ങാമെന്നായിരിക്കും. ബാക്കിയുള്ള നാളുകാരൊക്കെ പോയി കിടന്നുറങ്ങും. പിന്നെ ഉറങ്ങുന്ന പ്രശ്നമില്ല. എവിടെയെങ്കിലും ഒരു അടി കിട്ടിയാൽ അതിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടല്ലാതെ കിടന്നുറങ്ങില്ല. സ്വയം തീരുമാനം കൈക്കൊള്ളുന്ന ഇവർ അതിൽ നിന്ന് ആർക്കും ഒരിക്കലും പിന്തിരിപ്പിക്കാൻ വയ്യാത്ത വിധം കടുംപിടുത്തമുള്ളവരുമാണ്. ഈ നക്ഷത്രക്കാർ സുന്ദരന്മാരും ആരോഗ്യവാന്മാരുമാണ് പൊതുവെ. രോഗങ്ങളിൽ ഏതെങ്കിലും രോഗത്തെപ്പറ്റി കേട്ടാൽ പേടിയാവും. അങ്ങനെയുള്ളവരുമാണ്. ഭീരുക്കളാണെങ്കിലും അഭിമാനസ്പർശിയായ ഒരു സംഭവം വന്നു പെട്ടാൽ രോഗമൊന്നും നോക്കുകയില്ല, ചാടി എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ ചെന്ന് ഇവൻ്റെ അഭിമാനത്തെ ഒന്ന് ചൊറിഞ്ഞാൽ ഇവനാ കിടപ്പിൽ നിന്ന്
ശവക്കുഴിയിൽ നിന്ന് ലാസർ എഴുന്നേറ്റ് വരുന്ന പോലെ ഏറ്റു. അങ്ങനെയാണ് ഇവരെക്കുറിച്ച് ശാസ്ത്രം പറയുന്നത്. ഇവരെല്ലാ പ്രവൃത്തികളിലും നൈപുണ്യം ഉള്ളവരാണ്, നല്ല കഴിവുള്ളവരാണ്. വൈദ്യം മുതലായ ശാസ്ത്രീയ കലകളും പൊതുപ്രവർത്തനവുമാണ് ഈ നാടുകാർക്ക് ഏറ്റവും വാസനയുള്ളത്. അലോപ്പതി ഡോക്ടർമാർ, ആയുർവേദ ഡോക്ടർമാരൊക്കെ ആകാൻ പോയാൽ ഒരുമാതിരി വിജയിക്കുന്ന നാളായിട്ടാണ് പൊതുവെ എണ്ണുന്നത്. കാരണം സേവന പ്രവർത്തനങ്ങളിൽ അഭിമാനം വളരെയേറെ നേടാവുന്ന പ്രവർത്തനങ്ങളിൽ ചെന്നൊന്ന് പൊക്കിക്കൊടുത്താൽ മതി, വളരെ ഇതാവും. ഡോക്ടർമാരൊക്കെ ആയാൽ ഹോസ്പിറ്റലിന് നഷ്ടം വന്നാലും പൈസ വേണ്ടെന്ന്. അതുകൊണ്ട് ഹോസ്പിറ്റലുകാർ കുറച്ച് നാളത്തേക്കേ ചുമക്കുള്ളൂ, അവർക്ക് മുതലാവില്ല. ലാസ്റ്റ് നല്ല പേരുമായിരിക്കും സമൂഹത്തിൽ. അങ്ങനെയുള്ളവർ ഒരുപാടുണ്ട്. അവർക്ക് വളരെ വാസനയുള്ളവരാണ് ആ രംഗങ്ങൾ. ഇവർ വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ മറ്റൊരാളുടെ നിയന്ത്രണമില്ലെങ്കിൽ ഒരു കാലത്തും ഐശ്വര്യം ഉണ്ടാവില്ല. കച്ചവടം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്നു നിന്ന് ആവേശം കൊള്ളിച്ചാൽ എല്ലാം എടുത്തു കൊടുത്ത് വേഗം പൊക്കോളാൻ പറയും. കട പൊളിയാൻ വരെ പണിയൊന്നും വേണ്ട. അതുകൊണ്ട് ഭാര്യയോ പിള്ളേരോ ആരെങ്കിലും പോയി മേശയുടെ അടുക്കലിരിക്കുകയും ബാക്കി പണിയൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ നല്ല പണിയാണ്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. ഇവരുടെ പുരോഗതി പരാശ്രയത്തിൽ മാത്രമാണ്, സ്വന്തമല്ല ഇവരുടെ നൈപുണ്യം. സ്വന്തമായി കഴിവുകൾ പ്രകടമല്ല. 2-3 ശിങ്കിടികളൊക്കെ വേണം. മതനേതാക്കന്മാർ ഒക്കെ ഈ കൂട്ടത്തിൽ വളരെ വളരെ വളരെയുണ്ട്. പൊക്കിയാൽ അങ്ങ് പൊങ്ങിപ്പൊക്കോളും, നിൽക്കാത്ത പൊക്കം വരെ പോകും. പക്ഷെ അത് സ്വന്തമല്ല, സജീവായത്ത സിദ്ധി പോലെയാണ്. ഇവർ അതുകൊണ്ട് ആരെയും ശരിയായി വിശ്വസിക്കുകയുമില്ല. ഈ നാളുകാരതുകൊണ്ട് ആരെയും വിശ്വസിക്കുകയില്ല. രാജാവിൻ്റെയും ജനങ്ങളുടെയും പ്രീതി സമ്പാദിക്കുന്നതിൽ ഇവർ മുമ്പിലുമാണ്. 1-ാം കാലിൽ ജനിക്കുന്നവർ സ്ത്രീജിതരും അല്പസന്തതികളോടുകൂടിയവരും ശൂരനും ദീനനും ദീനചേതനനും അല്പായുസും വെള്ളത്താൽ ക്ലേശിക്കുന്നവനുമായിരിക്കും. 2-ാം കാലിൽ ജനിക്കുന്നവൻ ഗൂഢസ്നേഹമുള്ളവനും സുന്ദരനും പരിഹാസപ്രിയനും രോഗിയും ഗർവിഷ്ഠനും മുൻകോപിയുമായിരിക്കും. 3-ാം കാലിൽ ജനിച്ചാൽ മാതൃഹീനനും ഗുണങ്ങളെ അറിയുന്നവനും ശുദ്ധനും സുഖിയും സുഭകനും മഹോദരം മുതലായ ബുദ്ധിമുട്ടുള്ളവനും ആയിരിക്കും. 4-ാം കാലിൽ ജനിച്ചാൽ പിതൃഹീനനും ബലവാനും ദാനശീലനും ത്വഗ്ദോഷമുള്ളവനും കഠിനമായി പറയുന്നവനും സത്യവാദിയും പരദ്രോഹിയുമായിരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ നില. നാഡ്യോ ഗംഭീരികാശ്ച സദ്യഛിന്നാസ്തദൈവ ച അഗ്നിക്ഷാരകൃതാശ്ചൈവ യേ വ്രണാദാരുണേ കരഞ്ചാദ്യേ നഹ വിഷഃ പ്രശാമൃന്തി ന സംശയ എന്ന് ദൃഢസൗഹൃദോ വിനീതേ ബഹുപ്രജാവാൻ ഗണേശ്വരോ ധീമാൻ
ഇഷ്ടാനന്ദ കളത്രോഹോ ഭോഗീ നൃപസത്കൃതശ്ച ജലദൈവേ എന്ന് ശാസ്ത്രം പറയും. നല്ല ബന്ധുത്വം, വിനീത സ്വഭാവം, വളരെ കുട്ടികൾ, സംഘനേതൃത്വം, ഭാര്യാസുഖം, ഭോഗസുഖം, രാജാവിൻ്റെയും ജനങ്ങളുടെയും അംഗീകാരം, ഇതെല്ലാം പൊതുഫലമാണ്. അതിൽ വ്യത്യാസം വരുന്ന കാലുകളിലുള്ളത് പറഞ്ഞു. അത് വെച്ചിട്ടാണ് മറ്റു രോഗമൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ വൃക്ഷം വഞ്ഞി, ആറ്റുവഞ്ഞി. വഞ്ഞി എന്നും ആറ്റുവഞ്ഞി എന്നും പറയും. വഞ്ഞിയാണ് കേട്ടോ, ആറ്റുവഞ്ഞി. സംസ്കൃത നാമം ജലവേദസം, ജലവേദസഹ, വേദസഹ എന്നും പറയും. കുലം ഏരണ്ട കുലം. ബൊട്ടാണിക്കൽ നെയിം ഹോമോനോയിയ റിപ്പേറിയ ലവ്, HOMONOIA RIPARIALOUR. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ബൊട്ടാണിക്കൽ നെയിം രണ്ടുണ്ട്. സാലിക്സ് ടെട്രാസ്പേമ, SALIX TETRASPERMA ടെട്രാസ്പേമ. ഫാമിലി പോസിയെ, POACEAE. സാലിക്കേസിയെ ആണെന്നും പറയും. SALICASEAE. സംസ്കൃതത്തിൽ വേദസമെന്നും ജലവേദസമെന്നും അറിയപ്പെടുന്ന വഞ്ഞിയെ ചില സംസ്കൃത ഗ്രന്ഥങ്ങൾ രണ്ടായിട്ടാണ് കാണുന്നത്. രണ്ട് വൃക്ഷമാണെന്നാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് മലയാളത്തിൽ കുരൾ എന്ന് പറയും. കുരൾ. അതിനെയാണ് അഷ്ടാംഗഹൃദയം വേദസം എന്ന് പറയുന്നത്. വേദസത്തിൻ്റെ തർജ്ജമ, അഷ്ടാംഗഹൃദയത്തിൻ്റെ തർജ്ജമകളിൽ കുരളെന്നാണ് കാണുന്നത്. എന്നാൽ ജലവേദസത്തെ പറ്റി പരാമർശമൊന്നും അഷ്ടാംഗഹൃദയത്തിൽ കാണുന്നുമില്ല. രാജനിഘണ്ടുവിൻ്റെ വ്യാഖ്യാനത്തിലാകട്ടെ കലാമസ് വർഗത്തിലുള്ള വേദസം ഉൾപ്പെടുത്തി കാണുന്നു. ഇംഗ്ലീഷിൽ കെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജലവേദസത്തിന് വാനീറ എന്നും കൊടുത്തിട്ടുണ്ട്. സാലിക്സ് കാപ്രിയ. അതിനെയാണ് ധന്വന്തരി നിഘണ്ടു വേദസം എന്ന് പറയുന്നത്. ധന്വന്തരി നിഘണ്ടു സാലിക്സ് ടെട്രാസ്പേമയെയാണ് ജലവേദസം എന്ന് കൊടുത്തിട്ടുള്ളത്. അതല്ല ആ അതിൻ്റെ ഇപ്പുറം മറ്റതൊക്കെ ഓൺ ചെയ്തു കേട്ടോ. മറ്റേ ഫാനൊക്കെ വേണമെങ്കിൽ ഓൺ ചെയ്തു, ചൂട് കൂടുതലുണ്ട്. ഇത് ഓഫ് ചെയ്ത് ഈ ഫാൻ ഓഫ് ചെയ്ത് തൊട്ടടുത്തുള്ള മുമ്പേ ഓഫ് ചെയ്ത് അതിൻ്റെ ആ സ്വിച്ചിനടുത്ത് അതിൻ്റെ അടുത്തുള്ള അങ്ങ് ഓഫ് ചെയ്തല്ലേ. കാരണം നിങ്ങൾക്ക് സൗണ്ട് ശല്യമോ. സ്പീഡ് കുറച്ചാൽ മതി. കുറച്ചു മറ്റൊക്കെ ഓൺ ചെയ്തു, നിങ്ങൾക്ക് പ്രയോജനമാവും.
രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്ന് തന്നെയാണ്. ഭാവപ്രകാശ നിഘണ്ടു ജലവേദസം കാണുന്നില്ല, അതിൽ പര്യായങ്ങളുണ്ട്. ആയുർവേദ വിശ്വകോശത്തിൽ വഞ്ഞിയും ആറ്റുവഞ്ഞിയും പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ വൃദ്ധവൈദ്യന്മാരുടെ അഭിപ്രായത്തിൽ മുൻ ചൊന്നവയുടെ ഒന്നും ഗുണങ്ങൾ ആറ്റുവഞ്ഞിയുടെയോ വഞ്ഞിയുടെയോ അല്ലാത്തതിനാൽ അവയിൽ ഒന്നിനെയും വഞ്ഞിയുടെ കൂട്ടത്തിൽ പെടുത്താനാവില്ല എന്ന അഭിപ്രായമുണ്ട്. തെക്കേ ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടിയിൽ കൂടുതൽ ഉയരമില്ലാത്ത വനങ്ങളിൽ, സമുദ്രനിരപ്പിൽ നിന്ന് 1500 അടിയിൽ താഴെ ഉള്ളിടത്ത് കാണുന്നു എന്നാണ്. ഉയരമില്ലാത്ത വനങ്ങളിൽ, താഴ്വാരങ്ങളിലും വെള്ളമൊഴുകുന്ന പുഴകളുടെ സമീപത്തും വളരുന്ന ഒരിടത്തരം നിത്യഹരിത വൃക്ഷമാണ് ആറ്റുവഞ്ഞി. ഇല മീനകാകൃതിയിലും കുന്താകാരത്തിലും ദീർഘവൃത്താകൃതിയിലും ഇലകൾ സമ്മുഖമായി വിന്യസിച്ചിരിക്കുന്നു. ശാഖാഗ്രത്ത് പത്രപംക്തിയാണുള്ളത്. ഇലകൾ ഞെട്ടുകളോട് കൂടിയതും തിളക്കമുള്ളതും അരോമിലവുമാണ്. 6 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയും വരാം. പത്രവൃത്താന്തര അനുപർണങ്ങൾ ഇതിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. അതിൻ്റെ പത്രവൃന്ദങ്ങളിൽ നിന്ന് വൃന്ദാന്തര പർണങ്ങൾ, അത് ആറ്റുവഞ്ഞിയുടെ പ്രത്യേകതയാണ്. മഞ്ഞ നിറം കലർന്ന വെള്ള നിറത്തിലാണ് പൂക്കൾ കുലകളായാണ് കാണപ്പെടുന്നത്. അവ മുണ്ടമഞ്ചരികളിൽ വിടരുന്നു. ഇവ സമമിത ദ്വിലിംഗ പുഷ്പങ്ങളാണ്. ബാഹ്യദളപുടം പുഷ്പാസനത്തോട് ചേർന്നതാണ്. ഇതൊരു മാംസള പിണ്ഡം പോലെ കാണപ്പെടുന്നു. ഇതിൻ്റെ മുഖ്യ അക്ഷത്തിന് 4 സെൻറ്റിമീറ്റർ വരെ വ്യാസമുണ്ടാവും. സംയുക്ത ദളപുട നാളി നീണ്ട ചോർപ്പ് പോലെയാണ്. ഫണലിൻ്റെ ആകൃതിയിൽ കാണപ്പെടും. അതിൻ്റെ കഴുത്ത് അരോമിലമാണ്. പൂക്കൾക്ക് 4 മുതൽ 5 വരെ പാളികളുണ്ട്. അവയ്ക്ക് 4 മുതൽ 5 വരെ കേസരങ്ങളും കാണാം. അർദ്ധവൃന്ദത്തോടു കൂടിയതാണ്. കേസരങ്ങൾ ദളലഗ്നമാണ്. തന്തുക്കൾ മൊട്ടയുടെ ആകൃതിയിൽ സൂചിമുഖത്തോടു കൂടിയവയാണ്. ആഗസ്റ്റ് മാസത്തിൽ ഫലങ്ങൾ പാകമാവും. പഴത്തിനുള്ളിൽ കാണുന്ന അണ്ടി കൊരട്ട, അതിൻ്റെ ഉള്ളിൽ കനം കുറഞ്ഞ വിഭജന ചർമ്മം 2ആയി തിരിച്ചിട്ടുണ്ട്. ചർമ്മിലമായ പുറന്തോടുള്ള വിത്തുകൾ ഒരറ്റം വലിപ്പം കൂടിയതും വൃത്താകൃതിയിലുള്ളതുമാണ്. ഒന്നൊന്നിനു മേൽ കയറ്റി ചുറ്റിയിരിക്കുന്നതുമാണ്. ബീജാങ്കുരം വലുതാണ്. അണ്ഡശ്വേതം മാംസളമാണ്. ബീജമൂലം ചെറുതായിരിക്കും. ആറ്റുവഞ്ഞിയുടെ തൊലി മിനുസമുള്ളതും തടി കടുപ്പമേറിയതുമാണ്. തടിയുടെ നിറം മഞ്ഞയാണ്. ഇത്രയും അതിൻ്റെ വിവരണം. രസം ലഘുരൂക്ഷം, രസം ചവർപ്പും കയ്പും ആണ്. ചവർപ്പും കയ്പുമാണ് രസം. ഗുണങ്ങൾ ലഘുരൂക്ഷം. വീര്യം ശീതവീര്യം. വിഭാഗത്തിലെരിവ്. ഔഷധത്തിന് ഉപയോഗിക്കുന്നത് തൊലി. മലയാളം ആറ്റുവഞ്ഞി, പുഴവഞ്ഞി, കാടല്ലരി, നീർവഞ്ഞി, വഞ്ഞി. ഹിന്ദി ജലബേന്ദ്,
ഭേദ്, ജലമാല, സുകൂലവേദ, വേദസ്, കന്നഡ, സണ്ണഭാഷാണ ഭേദ, പാഷാണ ഭേദ, തെലുഗു ശിരിടമാനു, തമിഴ് കാട്ടരളി നീർവഞ്ചി, മറാഠി ബാലുഞ്ച്, ഹേസി, വീതസാംബോ, ചാധാനി, ഇതെല്ലാം മറാഠി പേരുകളാണ്. ബംഗാളി പാനിജാമ ബോയിശാഖി, പാഴ്സി ബേർ ബേധസാധ, അറബി വിലാബ് സാഫ് സാഫ്. ഇങ്ങനെയാണ് പേരുകൾ അറിയാവുന്നവ. കേരളത്തിലുണ്ട്. ജലമുള്ള പ്രദേശത്തുണ്ടാകുന്നത് എന്നർത്ഥം ജലവേദസ്. നാദേയം എന്ന് സംസ്കൃതത്തിൽ പേരുണ്ട്, നദിയുടെ കരയിൽ വളരുന്നത്. കഫം, പിത്തം, രക്തദോഷം, കുഷ്ഠം, വ്രണം, രാക്ഷസപീഡ എന്ന് പറഞ്ഞാൽ അണുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, ഇവയൊക്കെ ഇല്ലാതാക്കാൻ പോകുന്നതാണ്. വാദത്തെ വർദ്ധിപ്പിക്കുന്നതാണ്, വാദവർദ്ധകമാണ്. മലബന്ധമുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ തടി വീടുണ്ടാക്കാൻ ഉപയോഗിക്കും. ചരകത്തിലിത് വേദനാസ്ഥാപന ഗണത്തിലാണ് പെടുന്നത്. വേദനാസ്ഥാപന ഗണത്തിൽ പെടുന്നു ചരകം. തൊലി മരുന്നിന്. അതെ, മരുന്നായിട്ട് ഉപയോഗിക്കുന്ന മുഴുവൻ തൊലിയാണ് ഏറ്റവും ഫലപ്രദം. ഹിമാലയൻ താഴ്വരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 6000 അടി ഉയരത്തിൽ ഇടിഞ്ഞ് ഇന്ത്യയുടെ പടിഞ്ഞാറും വടക്കും ഭാഗങ്ങളിൽ ധാരാളം കാണാം. ഇതിൻ്റെ രാസായനിക ഘടകങ്ങൾ തൊലിയിൽ സാലിസിൻ എന്ന ഘടകമുണ്ട്. ഇനി നമുക്ക് നിഘണ്ടുക്കളൊക്കെ എന്തു പറയുന്നു നോക്കാം. കഷായ ശീതളോ രൂക്ഷ സംഗ്രാഹി ജലവേദസ, കൈഡരിയാതി നിഘണ്ടു. ഇത് കഷായവും ശീതവീര്യവും രൂക്ഷഗുണവും സംഗ്രാഹിയുമാണ് എന്നർത്ഥം. ജലജോ വേദസശീതോ സംഗ്രാഹി വാതകോപന, ഭാവപ്രകാശ നിഘണ്ടു പറയുന്നു. ജലജം, വേദസം എന്നീ പേരുകളുള്ള ആറ്റുവഞ്ഞി ശീതവീര്യവും സംഗ്രാഹിയും വാദത്തെ കോപിക്കുന്നതുമാണ് എന്നർത്ഥം. ആറ്റുവഞ്ഞിയുടെ പൂവും കായും, തൊലിയാണ് ഔഷധയോഗ്യമെങ്കിലും ഭൂതബാധയെ മാറ്റുമെന്ന് പഴമക്കാർ വിശ്വസിച്ച് പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്നുണ്ട്. തൊലി കൊണ്ടുള്ള കഷായം ത്വക്ക് രോഗങ്ങൾ, വ്രണം, വാദം, ക്ഷയം എന്നിവയ്ക്ക് ഉപയുക്തമാണ്. നികുഞ്ചകോ പരിവ്യാധോ നാദേയോ ജലവേദസഃ ജലജോ വേദസശീത കുഷ്ഠ ഹൃദ്വാദകോപനഃ എന്ന് ഭാവപ്രകാശം. നികുഞ്ചകം, നാദേയം, പരിവ്യാധ, ജലവേദസം, ജലജ, വേദസഃ എന്നിവയൊക്കെ പര്യായമാണെന്നും ഇത് ശീതവീര്യവും കുഷ്ഠഘ്നവും വാദകോപനവുമാണെന്ന് അർത്ഥം. ഗുണവേദസവത് വേദ്യോ ജലജോ വേദസോപിച്ച, ദ്രവ്യഗുണവിജ്ഞാനം ഇങ്ങനെയാണ് പറയുന്നത്.
ജലവേദസപത്രത്വം മലം ക്ഷുണ്ണം പചേജ്ജലേ സക്വാധശീതളപീത പരം സ്വവിഷഭേഷജം തത്സിദ്ധം ച കൃതം പാന നസ്യാഭ്യഞ്ജനലേപനം ജലത്രാസേ സമസ്തേ ച വിഷേത ഗരുഡോപമം. ആറ്റുവഞ്ചി അമൃതോപമമാണ്. വേപ്പട്ടി വിഷത്തിൽ ഇലയും തൊലിയും വേരും കഷായം വെച്ച് കൊടുക്കാം. സ്വക്വാധ ശീതള പീത പരം സ്വവിഷഭേഷജം. പട്ടിയുടെ വിഷത്തിന്, വേപ്പട്ടി വിഷത്തിന് ഇത് പരമ ഔഷധമായി പണ്ട് മുതലേ കൊടുത്തു പോന്നിരുന്നു. വേപ്പട്ടി വിഷത്തിനൊക്കെ ആധുനികർക്കേ ചികിത്സയുള്ളൂ, പണ്ട് കഴിച്ചാലൊരു വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒട്ടേറെ ഔഷധങ്ങൾ പണ്ട് മൂലമുണ്ട്, വളരെ എളുപ്പമുള്ളത്. ഇളകിക്കഴിഞ്ഞും ചികിത്സിക്കാവുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ കഷായം ചേർത്ത് തയ്യാറാക്കിയ നെയ്യ് കഴിക്കുവാനും നസ്യം ചെയ്യുവാനും അഞ്ജനത്തിനും ലേപനത്തിനും ഉപയോഗിക്കാം. തത്സിദ്ധം ച കൃതം പാന നസ്യാഭ്യഞ്ജന ലേപനം ജലത്രാസേ സമസ്തേ ച വിഷേ തത് ഗരുഡോപമം എന്നാണ് പറയുന്നത്. ജലത്രാസം എന്ന് പറഞ്ഞാൽ എന്തോ? ജലത്രാസം, ഹൈഡ്രോഫോബിയ. പ്രാചീനത് ഇതൊന്നും ഞാനുണ്ടാക്കിയ സംസ്കൃത പദമല്ല. വളരെ ഭംഗിയായിട്ട് പണ്ടുള്ളവൻ പറഞ്ഞിരിക്കുന്നതാണ്. ജലത്രാസേ സമസ്തേച്ച, സകല തരത്തിലുള്ള ഹൈഡ്രോഫോബിയ. പേപ്പട്ടി കടിച്ചും കടിക്കാതെയും ഹൈഡ്രോഫോബിയ ഉണ്ടോ? അതിനൊക്കെ ഈ ഘൃതം കൊടുത്താൽ മതി. നസ്യത്തിന്, അഞ്ജനത്തിന്, അഭ്യംഗത്തിന്, കഴിക്കാൻ ഒക്കെ. ഇത് വിഷശമനമാണ്. കാരണം ഗരുഡ തുല്യമാണ് വിഷത്തിന്. ഈ മരത്തിൻ്റെ പൂ കൊണ്ടുണ്ടാക്കിയ അർക്കം ദാഹശമനമാണ്. പഴയ കാലത്ത് വീടുകളിൽ ഉണ്ടാക്കി വെച്ച് വേനൽക്കാലത്ത് കുടിക്കും. വേനൽക്കാലത്ത് ഒരുപാട് അർക്കങ്ങൾ ഉണ്ടാക്കി വെച്ച് വെള്ളം ചേർത്ത് കുടിക്കുന്ന പതിവ് പഴയ ആളുകൾക്കുണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ നറുനീണ്ടി, നന്നാറി, അതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നതാണ്. ത്രിവൃതാം ത്രിഫലാം ദന്തിം നിലീം സപ്തലം വശാം. എഴുതുന്നുണ്ടോ? ത്രിവൃതാം എഴുതുന്നുണ്ടേ പറയാം. എഴുതുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ സ്തുതിക്കുക. എഴുതിയെടുക്കുന്നതെല്ലാം ഞാൻ നിർത്തി പറഞ്ഞുതരാം, തെറ്റിച്ചെഴുതരുത്. ത്രിവൃതാം ത്രിഫലാം ദന്തിം നീലിനീം സപ്തലാം വചാം കമ്പില്ലകം ഗവാക്ഷീഞ്ച ക്ഷാരിണീ മുറുകീര്യകാം വിലുന്യാരഗ്വധം ദ്രാക്ഷാം ദ്രവന്തീം നിചൂളാനിച്ച പക്വാശയഗതേ ദോഷേ വിരേകാർത്ഥം പ്രയോജയേ. എനിക്ക് തോന്നുന്നത്
ശരകം സൂത്രസ്ഥാനമാണെന്നാണ്. രണ്ടാമത് ശരകം 2-ാം അധ്യായമാണെന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. അതിലാണ് അവിടെ ഇത് പറയുന്നത്. ത്രികോൽപ്പക്കൊന്ന ത്രിവൃത. അർത്ഥവും വേണേൽ എഴുതിക്കോ, നോക്കി എഴുതിക്കോളാമെങ്കിൽ അത് മതി. ത്രികോൽപ്പക്കൊന്ന ത്രിഫല നാഗദന്തി വേര് ദന്തി നീലിനി നീലയമരി വേര്. നിങ്ങളുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അമരി വേരെന്നേ കാണുള്ളൂ. അമരി വേരും ഉപയോഗിക്കാം. നീലിനി നീലയമരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ നീലയമരി എന്ന് പറഞ്ഞത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അമരീനെ കണ്ടുള്ളൂ. സ്വാമി നീലയാക്കിയല്ലോ എന്ന് പറയുന്നത് നോക്കിയിട്ടായിക്കോളൂ. കുന്നിവേര്, വയമ്പ്, കമ്പിപ്പാല വേര്, ഗവാക്ഷി കാട്ടുവെള്ളരി വേര്, ഷാരിണി ഇലക്കള്ളി വേര്, ആവിൽത്തോല്, ഉകമരത്തിൻ്റെ തോല്, കൊന്നത്തോല്, അരകുതം, മുന്തിരിങ്ങ, ദ്രാക്ഷ, ദ്രവന്തി നീർവാളം, ആറ്റുവഞ്ഞി. ഇവ പക്വാശയ സ്ഥിതമായ ദോഷങ്ങളിൽ വിരേചനത്തിന് പ്രയോഗിക്കാം. അധ്യായം അപാമാർഗതണ്ടുലീയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് നോക്കിക്കോളുക, മാറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപാമാർഗതണ്ടുലീയം അതിനകത്താണ് എനിക്ക് തോന്നുന്നത്. അതിൽ നല്ലൊരു പ്രയോഗമാണ് പറഞ്ഞത്. സൈന്ധവം മദനം കുഷ്ഠം. സൈന്ധവം മദനം കുഷ്ഠം ശതാക്കുവ നിചുളം ബല. നിചുളം ആറ്റുവഞ്ചി. ഹ്രീബേരം മധുകം. ഹ്രീബേരം മധുകം ഭാർങ്ങി. ദേവദാരു സകട്ഫലം. ദേവദാരു സകട്ഫലം. നാഗരം പുഷ്കരം മേധ. ചവികാ ചിത്രകം ഷഡി. വിടങ്കാതി വിഷേശ്യാമ. ഹരേണു കിണിഹ സ്ഥിര. ഹരേണു കിണിഹി സ്ഥിര. കിണിഹി സ്ഥിര. വില്വാജമോദേ കൃഷ്ണാച ദന്തി രാസ്നാച തൈസരൈഹി. രാസ്നാച തൈഹി സരൈഹി. സാധ്യമേരണ്ടജം തൈലം. തൈലം വാ കഫരോഗനു. ബ്രധ്നോദാവർത്ത ഗുൽമാ ബദ്നോദാവർത്ത ഗുൽമാദർശ പ്ലീഹമേഹാഡ്യമാരുതാൻ. ഈ മരുന്നുകൊണ്ട് മാറുന്ന രോഗങ്ങളാണ് അതെല്ലാം. ആനാഹമസ്മരിഞ്ചൈവ ഹന്യാൽ തദനുവാസനം.
അനുവാസനം കൊണ്ട് മാറുന്നതാണ്. സിദ്ധിസ്ഥാനമായിരിക്കണം ചരകം. അനുവാസന വസ്തുയൊക്കെ അവിടെയാണ് വരുന്നത്. അതുകൊണ്ട് സിദ്ധിസ്ഥാനത്തിൽ കാണാം. ഇന്ദുപ്പ് സൈന്ധവം മദനം മലങ്കാരയ്ക്ക കൊട്ടം ശതകുപ്പ കുഷ്ടം കൊട്ടം ശതകുപ്പ ശതാകുവ നിചുളം ആറ്റുവഞ്ചി ബല കുറുന്തോട്ടി റീബേരം ഇരുവേലി മധുകം ഇരട്ടി മധുരം ബാർമി ചെറുതേക്കൻ വേര് ദേവദാരു ദേവദാരം കഡ്ഫലം കുമിഴിൻ വേര് നാഗരം ചുക്ക് പുഷ്കരം പുഷ്കരമൂലം മേധ ചവീകം കാട്ടുമുളകിൻ വേര് ചിത്രകം കൊടുവേലി ശടി കച്ചുരക്കിഴങ്ങ് വിടങ്ങം വിഴാലരിക്കാമ്പ് വിഷ അതിവിടയം അതിവിഷ വിഷ അതിവിടയം ശ്യാമ പകുന്ന ഹരേണു അരേണുകം കിണീഹി കിങ്കിണിപ്പാല സ്ഥിര ഓരില്ല പേര് ഏത് കിണിഹി അപമാർഗിക്കും പറയും. ഇവിടെ ഉപയോഗിക്കുന്ന കിങ്ങിണിപ്പാല കിണികിണിപ്പാലാന്നും കിങ്ങിണിപ്പാലാന്നും പറയും. അതാണ് ഇവിടെ ഇതിന് ഉപയോഗിക്കുന്നത്. സ്ഥിര അത് ഓരില വേര് വില്ലും കൂവളവേര് അയമോദകം കൃഷ്ണ തിപ്പലി കൃഷ്ണ കണ തിപ്പലിക്ക് മാത്രമല്ല കൃഷ്ണ കരിഞ്ചീരകത്തിനും പറയും. ഇവിടെ തിപ്പലി ദന്തി നാഗദന്തി രാസ്ന അരത്ത എല്ലാമായും തോന്നുന്നു അല്ലേ? ഈ പേര് രാസ്നാച. ഇവയെല്ലാം സമമായെടുത്ത് ആവണക്കെണ്ണയോ എള്ളെണ്ണയോ ചേർത്ത് സ്നേഹപാന വിധി പ്രകാരം പാകം ചെയ്തെടുത്ത് അനുവാസന വസ്തു ചെയ്താൽ കഫജന്യങ്ങളായ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കും. കൂടാതെ ബ്രദ്ധനം, ഉദാവർത്തം, ഗുൽമം, അർശസ്, പ്ലീഹ, പ്രമേഹം, ആഢ്യവാദം, അനാഹം, അസ്മരി എല്ലാം മാറും. സ്റ്റോണിനൊക്കെ ഇത് നല്ലതാണ്. വമനാദികൾക്ക് ഉള്ള ഔഷധങ്ങളിൽ ചരകൻ പെടുത്തിയിട്ടുണ്ട്. ഭിഷഗ്ജിതീയം അധ്യായത്തിലാണെന്നാണ്.
വിമാനസ്ഥാനം രോഗഭിഷജ്ജിതീയം. ആ അധ്യായം 143 ശ്ലോകത്തിലാണെന്ന് തോന്നുന്നു. മധുക കോവിദാര കർബുദാര നീപ നിചുള ബിംബി ശണപുഷ്പ എന്ന് തുടങ്ങുന്ന ശ്ലോകം നോക്കി റെഫർ ചെയ്ത് എഴുതിക്കൊള്ളുക. കാരണം വളരെ നീണ്ട ശ്ലോകമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കി എഴുതിക്കൊള്ളുക. തേൻ, ഇരുപ്പക്കാതൽ, വെളുത്ത മന്ദാരം, ചുവന്ന മന്ദാരം, കടമ്പ്, വഞ്ഞി, കോവ, ശണപുഷ്പിക, കടലാടി, ഇതിൻ്റെ കഷായം കൊണ്ടും ഛർദ്ദിപ്പിക്കാം. ചരകസംഹിത 7-ാം അധ്യായം കുഷ്ഠചികിത്സിതം 52-ാം ശ്ലോകത്തിൽ കദളി പലാശ പാടലി, കദളി പലാശ പാടലി, നിചുള ക്ഷാരാംഭസ പ്രസന്നേന, മാംസേഷു തോയകാര്യം പിഷ്ടേജ ക്ലിന്നേശ. തൈർമോദക സുജാത കിൺവൈർ ജനിത പ്രലേപനം ശ്രേഷ്ഠം. മണ്ഡലകുഷ്ഠം വിനാശന, മണ്ഡലകുഷ്ഠം വിനാശനം. ആതപസംസ്ഥം കൃമിഗ്നഞ്ച, ആതപസംസ്ഥം കൃമിഗ്നഞ്ച. കദളിവാഴത്തട, ചമതത്തോല്, പാതിരിയുടെ തോല്, കദളിവാഴത്തട. ഇതിൽ ഈ പറയുന്നതിൽ ഏറ്റവും നല്ല ഔഷധങ്ങളെല്ലാം ക്ലാസിക്കൽ ടെക്സ്റ്റിലാണ്. ബാക്കിയൊക്കെ ആരെങ്കിലും കണ്ടെത്തി ചിലപ്പോൾ ഫലിക്കാൻ, ചിലപ്പോൾ ഫലിക്കാതിരിക്കും. ആയുർവേദത്തിൻ്റെ ഇന്നത്തെ വിനാശത്തിൻ്റെ മുഖ്യ കാരണം ഡോക്ടർമാരെല്ലാം പേറ്റൻ്റ് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ അനേകം സൈഡ് എഫക്റ്റുകൾക്കും കാരണമാവും. കാരണം യോഗ ഔഷധങ്ങളും ഏകൌഷധങ്ങളും വരുമ്പോൾ ഏകൌഷധങ്ങളെ ആയുർവേദം അംഗീകരിക്കാത്തതിന് കാരണം അതിൻ്റെ ദോഷങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഒറ്റമൂലികളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങളിൽ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടവയാണ് ഒറ്റമൂലികൾ. എല്ലാ മരുന്നും എടുത്ത് ഒറ്റമൂലിയായി പ്രയോഗിക്കാൻ പറ്റില്ല. ആ അലോപ്പതിയുടെയും മറ്റും വമ്പൻ പരാജയത്തിന് കാരണം ഏകൌഷധ പ്രയോഗമാണ്. എല്ലാ വസ്തുവിലും അത് ശാന്തമായിരിക്കുന്നത് രണ്ട് ശക്തികൾ കൊണ്ടാണ്, പ്രാണനും രയിയും കൊണ്ടാണ്. ശൈവവും ശാക്തേയവുമായ രണ്ടിൻ്റെയും സംഗമം കൊണ്ടാണ്. അതിനെ മരുന്നായി രൂപപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഭാവതലങ്ങൾക്ക് മാറ്റം വന്നാൽ ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആയുർവേദം പൂർവകാലത്ത് തന്നെ, ഇന്നല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യോഗ ഔഷധങ്ങളെ കണ്ടെത്തി. ഇത് മറന്നുപോകരുത്. ഇത് മൗലികമായ ഒരു തഥ്യയാക്കി വെച്ചുകൊണ്ട് വേണം ആയുർവേദ സിദ്ധാന്തത്തെ ഉപയോഗിക്കുവാൻ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മളിന്ന് ആയുർവേദ സിദ്ധാന്തത്തെ ഉപയോഗിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പുറയിലാണ്. പ്രഗത്ഭരായ പല വിഷഗുരന്മാർ ഒരു തലമുറയിൽ അല്പം പ്രയോജനം കാണിച്ച ഔഷധം അടുത്ത തലമുറയിൽ വിഷമാണ്. ഔഷധത്തിൻ്റെ പ്രയോഗം കൊണ്ട് അതിൻ്റെ വിഷമാണ് പ്രയോജനപ്പെടുന്നത്.
വിഷം പ്രയോജനപ്പെടുന്നത് സമാനമായ ഒന്ന് അപ്പുറത്തുള്ളത് കൊണ്ട് അതിനോട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ബലം കൊണ്ടാണ്. തുടർപ്രയോഗം വരുമ്പോൾ ബലത്തെ ഉത്തേജിപ്പിക്കുവാൻ ഔഷധം കഴിവില്ലാത്തതായിത്തീരുകയും വിഷം പ്രവർത്തനക്ഷമമാവുകയും മാരകമായ അനേകം രോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ കണ്ടെത്തൽ. സൈദ്ധാന്തിക ആയുർവേദം അപ്ലൈഡ് ആയുർവേദമാണ് എന്നതിലേക്ക് വികസിക്കുമ്പോൾ, പ്രായോഗിക ആയുർവേദത്തിലേക്ക് വികസിക്കുമ്പോൾ, സൈദ്ധാന്തികതയിൽ നിന്ന് പ്രായോഗികതയിലേക്ക് നീങ്ങുമ്പോൾ, അതുകൊണ്ട് ഏത് ഔഷധം ഉപയോഗിക്കുമ്പോഴും താൽക്കാലികമായ അതിലെ വിഷം ഉപയോഗിച്ച് ജീവശക്തിയെ ഉത്തേജിപ്പിച്ച് തൽക്കാലത്തേക്ക് ഫലം തരിക എന്നുള്ളതല്ല ആയുർവേദ അഭിജ്ഞന്മാർ ഉപയോഗിച്ച രീതി. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഏത് മരുന്നും 3 നാൾക്ക് ഫലം തരികയും 3-ാം നാൾ മുതൽ സൈഡ് എഫക്റ്റ് പ്രകടമാവുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ 1000 രോഗങ്ങൾ പ്രകടമാവുകയും മൃത്യുവിലേക്കുള്ള ലൈസൻസ് കാശ് കൊടുത്ത് വാങ്ങുകയും ചെയ്യുന്നതിന് ആധുനികരെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ സൈദ്ധാന്തികമായ അറിവില്ലാതെ ബലമാണ് ആരോഗ്യമുണ്ടാക്കുന്നതെന്ന് അറിയാതെ, ബലത്തെ ഉത്തേജിപ്പിക്കുവാൻ വിഷത്തിന് കഴിയുമെന്ന് അറിയാതെ ചരകൻ ഇത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. സൂത്രസ്ഥാനത്തിൽ 1-ാം അധ്യായം 56 57 ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. വിഷം മഹോദരത്തിന് ഉപയോഗിക്കാം. പാമ്പിൻ്റെ വിഷം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവിടെ പെട്ടെന്നൊരു ബലം ഉണ്ടാവുകയും മഹോദരം മാറിപ്പോവുകയും ചെയ്യും. നിവൃത്തികേടിൽ വിഷം ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദം. പക്ഷെ വിഷം മാത്രം ഔഷധമായി ഉപയോഗിക്കണമെന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ആധുനിക വൈദ്യശാസ്ത്രം ഏകൌഷധ പ്രയോഗങ്ങളിലൂടെ വികസിച്ചു വന്നിട്ടുള്ളത്. ഇതൊക്കെ സൈദ്ധാന്തികമായി പറയുന്നതാണ്, ഒരു വൈദ്യശാസ്ത്രത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല. മനസ്സിലാവുമോ എന്ന് നിങ്ങൾക്കെന്നറിയില്ല. കാരണം നിങ്ങൾ കഴിക്കുന്ന ഏത് മരുന്നും നോക്കിയോളൂ, എല്ലാം സിംഗിൾ ഡ്രഗ് തെറാപ്പിയാണ്. ആ സാധനം കഴിക്കുമ്പോൾ പെട്ടെന്ന് ആ വന്നിരിക്കുന്ന വിഷത്തെ നേരിടാൻ നിങ്ങളുടെ എല്ലാ ശക്തിയും ഒന്നിച്ച് പുറത്തേക്ക് വരും. നിങ്ങൾ വിഷമാണ് കഴിക്കുന്നതെങ്കിൽ പ്രാണന് പിടിച്ചു നിൽക്കേണ്ടതുകൊണ്ട് പ്രാണൻ അതിൻ്റെ സ്വസ്ഥാനമായ പുത്തുന്ന പ്രദേശത്തേക്ക് വിശ്രമിക്കുവാൻ വിട്ടുകൊണ്ട് അതിനെ നേരിടുവാൻ തൻ്റെ സൈന്യ വ്യൂഹങ്ങളായിരിക്കുന്ന എല്ലാ ശാക്തിക ചേരികളെയും മുമ്പിലേക്ക് എറിയും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതിർത്തിയിലേക്ക് ഒരുത്തൻ വാക്കത്തിയും കോടാലിയുമായി വരുമ്പോൾ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും കിട്ടിയ ആയുധങ്ങളും കൊണ്ട് അവനെ നേരിടാൻ ചെല്ലുന്ന പോലെ. മനസ്സിലായില്ല? ഇതുപോലെ നിങ്ങളുടെ ശക്തി എല്ലാം കൂടെ വരുന്ന കാണുമ്പോൾ മരുന്ന് ഫലപ്രദമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ആയുസ് മാത്രമല്ല പറയുന്നത്, അല്പം കഴിയുമ്പോൾ ഈ വിഷശക്തി അടുത്ത ഒരു ഡോസ് കൂടെ കൊടുക്കുമ്പോൾ ഈ വന്ന സാധനങ്ങൾ വരില്ല. മനസ്സിലായില്ല? അവ പിടിച്ചു നീക്കിയല്ല, അത് മയങ്ങി വീഴു വിഷത്തിൽ. അപ്പോഴാണ് കഴിച്ച മരുന്ന് പനിക്കാണെങ്കിൽ മൂത്രം തടയുന്നത്. അപ്പോഴാണ് കഴിച്ച മരുന്ന് BP-ക്കാണെങ്കിൽ കിഡ്നി പോകുന്നത്. അപ്പോഴാണ് കഴിച്ച മരുന്ന് പനിക്കാണെങ്കിൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടുന്നത്, രാത്രിയിൽ ദുസ്വപ്നം കാണുന്നത്, മലമുകളിൽ നിന്ന് വീണു തോന്നുന്നത്. ഇങ്ങനെ പലതരം രോഗങ്ങളിലേക്ക് വികസിക്കുകയാണ്. പിന്നെ ഇതിനെല്ലാം അതിനേക്കാൾ കൂടിയ വിഷം ഉടനെ ഡോസിൽ കൊടുത്ത് വീണ്ടും ഉത്തേജിപ്പിച്ചാൽ അവസാനം ഒരാൾക്കും ചികിത്സിക്കാൻ മേലാത്തടത്ത് നിങ്ങളെയും പിള്ളേരെയും നിങ്ങളുടെ പിള്ളേരുടെ പിള്ളേരെയും എത്തിക്കാവുന്ന വിധത്തിൽ ശരീരം വിഷമയമാക്കിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സന്താനത്തിന് പിടിച്ചു നിൽക്കാതെ വരുന്ന ഇന്ന് ഈ ലോകത്ത് കാണുന്നത്. ഇതാണ് അതിനെതിരെയുള്ള അറിയാവുന്നവരുടെ ആക്ഷേപം. മനസ്സിലായോ എന്നറിയില്ല.
അതിൻ്റെ വഴിയിൽ പോകാനാണ് ഇന്ന് ആയുർവേദവും ശ്രമിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ കളി. ഇത് പറഞ്ഞാൽ തൊഴിലിനെയാണ് ബാധിക്കുന്നത്. ഒരുപാട് പേര് ശത്രുക്കളാവും. നിങ്ങൾക്ക് വേണ്ടത് തൊഴിയാണ്. മനസ്സിലായില്ല? നേരം വിളിച്ച മാന്യമായ തൊഴിൽ, മാന്യമായ ജീവിതം, ആരുടെ ജീവനായാലും വേണ്ടിയല്ല. അതുകൊണ്ടാണ് ചരക സുശ്രുതാദികളൊക്കെ വളരെ ഗംഭീരമായ ക്ലാസിക്കൽ റെമഡികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും പാഴുപണിയാകാതിരിക്കാനാണ്. അതിന് മെനക്കേടുണ്ട്. ഇത് മുഴുവൻ പഠിക്കണം. ഇത് നമ്മുടെ ഇന്നത്തെ ശാസ്ത്രഭാഷയിലല്ല. നമ്മുടെ ഇന്നത്തെ ശാസ്ത്രഭാഷ ഇംഗ്ലീഷാണ്. പൗരാണികൻ്റെ ശാസ്ത്രഭാഷ സംസ്കൃതമാണ്. ഒന്നാമത് പഠിക്കാൻ പോകുമ്പോൾ ഇതിലെ ഔഷധങ്ങളെല്ലാം പഠിക്കണം. അതിൻ്റെ നിഘണ്ടുക്കൾ പഠിക്കണം. മനസ്സിലായില്ല? നിഘണ്ടു രത്നാകരവും കൈഡരിയാദി നിഘണ്ടുവും ഭാവപ്രകാശവും ഇതൊക്കെ പഠിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണിക്കാനായിരുന്നു ഓരോ ഔഷധം എടുക്കുമ്പോഴും ഞാൻ അവരുടെ എല്ലാം പേര് സഹിതം പറഞ്ഞത്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടാകാൻ. അത്രയൊക്കെ ഇപ്പോൾ ഉണ്ടാവുള്ളൂ. ഇന്ന് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്. മണ്ടന്മാരൊന്നും അല്ല, നമ്മളീ പറഞ്ഞ പോലെ ഇംഗ്ലീഷുകാരൊന്നും അല്ല ഇത് കണ്ടുപിടിച്ചത് എന്നൊരു 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എനിക്കുന്ന പിള്ളേർക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം വരും. അല്ല, നിങ്ങൾക്ക് താല്പര്യം വരാനൊന്നും അല്ല ഞാൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് താല്പര്യം വരുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. എൻ്റെ വാക്കൊന്നും വൃഥാവിലാവില്ല. അതൊക്കെ നിങ്ങളുടെ ബീജത്തിലെത്തും. ആണുങ്ങളാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ അവളുടെ അണ്ടത്തിലെത്തും. അതിലൊക്കെ എൻ്റെ വാക്കാണ് നാളെ പ്രസവിക്കാൻ പോകുന്നത്. അല്ല, നിങ്ങളൊന്നും വരില്ല. സംശയമൊന്നും എനിക്കില്ല. മനസ്സിലായോന്നറിയില്ല. ഇത് നല്ല പോലെ അലഞ്ഞു പഠിച്ച പഠിത്തമാണ്. അതുകൊണ്ട് ഇത് തെറ്റ് പറ്റില്ല. എൻ്റെ ഒരു ശബ്ദവും വൃഥാവിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശബ്ദിക്കുന്നത്. അവിടെ നിങ്ങൾ ഈ ആയുർവേദത്തിൻ്റെ പ്രസൂനങ്ങളെ നാളെ പ്രസവിച്ചിരിക്കും. വാക്ക് ഞാനാണ് ഉപയോഗിച്ചതെങ്കിൽ. നിങ്ങൾ മാത്രമല്ല, ഈ അന്തരീക്ഷത്തിൽ ഉപയോഗിച്ചാൽ ഒരു ശബ്ദവും പോവില്ല. നിങ്ങൾക്കെന്നല്ല ഒരു ഗവൺമെൻറ്റിനും ഒരു മണ്ണാങ്കട്ടയ്ക്കും ഇതിനെയൊന്നും എതിർത്ത് തോപ്പിക്കാൻ കഴിയില്ല. ഇത് വരാനിരിക്കുന്ന യുഗത്തിൻ്റെ സന്തതികൾ തന്നെയായിരിക്കും ഓരോ ശബ്ദവും. അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. പ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞേക്കും, പക്ഷെ അതിൻ്റെ രസം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കേട്ടാലും ഇവിടെ വന്നിരുന്ന് ഉറങ്ങിയാലും എൻ്റെ ശബ്ദം നിങ്ങളുടെ കാതിലൂടെ കയറി പോകും. മനസ്സിലായില്ല? അതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങിയോ എഴുന്നേറ്റോ ഒന്നൊന്നും ഞാൻ നോക്കാത്തത്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ എത്ര പേരുടെ രോഗം പൂർണ്ണമായി മാറി. മറ്റ് ചികിത്സയ്ക്കൊപ്പം ചെയ്യുന്ന പന്ഥാവുകളെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം. ആയുർവേദം ഒരു രോഗിയെ ആയുർവേദം കൊടുത്ത് ചികിത്സിക്കുക, മോഡേൺ മെഡിസിൻ ഒരു രോഗിയെ മോഡേൺ മെഡിസിൻ കൊടുത്ത് ചികിത്സിക്കുക, ഹോമിയോപ്പതി ഒരു രോഗിയെ ഹോമിയോപ്പതി കൊടുത്ത് ചികിത്സിക്കുക. പിന്നെ ചില രോഗങ്ങൾക്ക് സംയുക്തമായ ചികിത്സ ചെയ്യുക. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ആയുർവേദം കൊടുക്കുന്നവൻ്റെ അടുക്കലും ഹോമിയോപ്പതി കൊടുക്കുന്നവൻ്റെ അടുക്കലും അലോപ്പതി കൊടുക്കുന്നവൻ്റെ അടുക്കലും അലോപ്പതിക്കാരനും ഹോമിയോപ്പതിക്കാരനും കൊടുക്കുന്ന മരുന്നിന് മേടിക്കുന്ന വിലയേക്കാൾ കൂടുതൽ മേടിച്ചിട്ട് ഏതോ ശക്തി ഞാൻ തരാം, ഈ മരുന്നൊക്കെ നീ കഴിക്കണം, അതിൻ്റെ കൂടെ എൻ്റെത് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഗുളിക കഴിച്ചിട്ട് മരത്തെ കയറിയിരുന്നാൽ പട്ടി അടിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. അത് ശരിയല്ലെന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കും. പക്ഷേ എനിക്ക് വിനയാന്വിതമായി പറയാനുള്ളതാണ്. പ്രാണൻ്റെ ഒഴുക്കിനെ ഒന്നും കറക്റ്റാക്കുകയില്ല. ഒരല്പം മനസ്തൻ്റെ ഇടം കിട്ടും. ഒരല്പം തപസ്സൊക്കെ ഉള്ളവനാണ് കയ്യും കാലവും കാണിച്ചിട്ട് ഇത് രോഗം പോകുമെന്നൊക്കെ പറയുന്നതെങ്കിൽ അവനിലുള്ള വിശ്വാസം കൊണ്ട് കുറച്ച് നേരത്തേക്ക് മനസ്തൻ്റെ ഇടം കിട്ടും. അതിനപ്പുറം ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കും എന്ന് തന്നെയല്ല. ഇതങ്ങോട്ട് പറഞ്ഞ് ആ കാശ് മേടിച്ചുകൊണ്ട് വെള്ളമടിക്കാൻ പോകുന്നവരും ആ കൂട്ടത്തിൽ ചിലരെങ്കിലും ഉണ്ട്. Am I right? അതുകൊണ്ട് അത് മാത്രമായിട്ട് ചികിത്സിക്കട്ടെ. ആ കഴിക്കുന്ന ആയുർവേദം അത് നിർത്താൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്.
വൈദ്യമഠത്തിൻ്റെ വരുന്നില്ല, മുഴുവൻ കഴിച്ചോളൂ. ആ കൂട്ടത്തിൽ ഞാൻ ഈ കൈയും കാണിച്ചു കളയാം. മനസ്സിലായില്ല? ഡോക്ടർ ഗംഗാധരൻ്റെ അടുക്കലല്ലേ ചികിത്സ. അയ്യോ അത് നിർത്തരുത്, അത് കഴിച്ചോണ്ട്, അതുകൊണ്ടൊരു ഫലവുമില്ല, പക്ഷെ അത് കഴിച്ചോളുക. മനസ്സിലായില്ല? പക്ഷെ ഞാൻ രാവിലെ വന്നിരുന്ന് എല്ലാ ദിവസവും ശക്തി പകർന്നു തരാം, അതുകൊണ്ട് മാറും. പക്ഷേ അവർക്കാർക്കും കൊടുക്കാത്ത കാശ് എനിക്ക് വേണം, കാരണം ഇത് കാശ് കൊണ്ടേ ഫലം കിട്ടുള്ളൂ. ആം ഐ റൈറ്റ്? പിന്നെ നിങ്ങൾ ഈ ചികിത്സ ചെയ്താൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദീക്ഷയും തരാം. ഞാൻ പറയുന്നത് അത് മാത്രമായിട്ട് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അത് മാത്രമായിട്ട് ചെയ്യട്ടെ. രണ്ട്, ചിലവൊന്നുമില്ലാത്ത സാധനം ഫ്രീ ആയിട്ട് നാട്ടുകാർക്ക് കൊടുക്കട്ടെ. മനസ്സിലായില്ല? ഞാൻ അവർ പഠിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ താൻ ചോദിച്ചതിനുള്ള മറുപടിയാവും. മിതമായ കൺസൾട്ടിങ് ഫീസെങ്കിലും വാങ്ങിക്കട്ടെ. ആം ഐ റൈറ്റ്? ഒരു വ്യക്തിയുടെ അധ്വാനത്തിന് മിതമായ കൺസൾട്ടിങ് ഫീസെങ്കിലും വാങ്ങിക്കട്ടെ. ഓങ്കോളജിയിൽ ഉന്നത ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിന്മേൽ ബിരുദവും നേടിയ ഒരു ഡോക്ടർ ഒട്ടേറെ ഉറക്കളച്ച് ഒട്ടേറെ കഷ്ടപ്പെട്ട് നിത്യവും അത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് മരുന്നെഴുതി തരുന്നു ഒരു ആധുനിക വൈദ്യശാസ്ത്രജ്ഞൻ. മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ മരുന്ന് മേടിച്ച് ഒരു രോഗി കഴിക്കുന്നു, സാമാന്യം ഭേദപ്പെട്ടൊക്കെ പോകുന്നു, ചില്ലറ വേദനയോ ബഹളമോ ഒക്കെ ഉണ്ടാകുന്നു. ഇവിടേക്ക് ഞാൻ ചെന്നിട്ട് ഈ കൈക്രിയ കാണിക്കുന്നു, അല്ലെ പ്രാണനെ എടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ആ ഡോക്ടർക്ക് ഒരു ഫീസുണ്ട്. മനസ്സിലായില്ല? ഒരു കൺസൾട്ടിങ് ഫീ. അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ചെന്നാൽ അദ്ദേഹത്തിനൊരു കൺസൾട്ടിങ് ഫീ ഉണ്ട്. അത് 250 രൂപ ആയിക്കോട്ടെ. ആം ഐ റൈറ്റ്? ഞാൻ പറയട്ടെ, എന്നെ പറയാനൊന്ന് അനുവദിക്കുക. 250 രൂപ അദ്ദേഹം കൺസൾട്ടിങ് ഫീ വാങ്ങിക്കുന്നു. അത്രയും വരെ വാങ്ങിച്ചോട്ടെ. വേറെ 10 പൈസയുടെ മരുന്നില്ല. മനസ്സിലായി? വേറെ 10 പൈസയുടെ മരുന്ന് ഈ കൂട്ടത്തിലില്ല. അദ്ദേഹം മരുന്നും കൊടുക്കുന്നുണ്ട്. മരുന്നിൻ്റെ കാശും അതിനാവും. ഇത് മരുന്നൊന്നുമില്ല. എനിക്ക് സമ്മതമാണ്. മരുന്നൊന്നുമില്ലാതെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ചികിത്സയൊക്കെ താൻ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് സമ്മതമാണ്. പക്ഷേ ഇത് തന്നെയായിട്ടല്ലല്ലോ കൊടുക്കുന്നത്. മറ്റതൊക്കെ കൊടുത്തു, അത്രയും ചിലവ്. അതും കഴിഞ്ഞ് 1000 രൂപയെ കുറയാതെ ദക്ഷിണ കൊടുത്താലേ ഇതിൻ്റെ ഫലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രാണൻ അങ്ങ് കയറുകയല്ല എന്നേ ഞാൻ പറഞ്ഞു. ഞാൻ എന്ന് മാത്രമേ പറഞ്ഞു. ഞാൻ ബാക്കി ഒന്നിനോടും എതിര് പറഞ്ഞില്ല. ഫലം ജനങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. ഞാൻ അതുകൊണ്ടാണ് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞത്. ലളിതമായി പോയി എന്നുള്ളൊരൊറ്റ ദോഷം എൻ്റെ പദങ്ങളിലുണ്ട്. ഞാൻ സയൻസിനെ എനിക്ക് അറിയും വിധം ലളിതമായി മനസ്സിലാക്കുവാനും ലളിതമായി പറയുവാനും ഇഷ്ടപ്പെടുന്നവനാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് സങ്കേതജടിലമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ പറയുന്നവന് മനസ്സിലാകാത്തത് കേൾക്കുന്നവന് തീരെ മനസ്സിലാകരുതാത്തത്. Am I right? ഞാനങ്ങനെയല്ല ഇതൊന്നും പഠിച്ചിരിക്കുന്നത്. എൻ്റെ പഠിത്തം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണ ചായ കുടിച്ച് പറയാവുന്ന അനുഭവ സമ്പത്തിനെയാണ് ഞാൻ ശാസ്ത്രമെന്ന് നിർവചിക്കുന്നത്. 2 കപ്പ കഷ്ണവും ഒരല്പം മുളക് പൊട്ടിച്ചതും മുക്കി തിന്ന് ചായയും കുടിച്ചൊരിടത്തിരുന്ന് പറയാവുന്ന സാധനമാണ് ശാസ്ത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് കൊള്ളില്ലെങ്കിൽ അത് ശാസ്ത്രമല്ല, അത് പറ്റിക്കാനുള്ളതാണ്. സങ്കേതങ്ങൾ കൊണ്ടത് ജടിലമാക്കുന്നു. സംസ്കൃത ഭാഷ അന്ന് എഴുതിയതാണ്. മനസ്സിലായില്ല? ഇന്നത് മലയാളത്തിൽ നമുക്ക് സുഖമായിട്ട് പറയാം, ബുദ്ധിമുട്ടില്ല. മനസ്സിലായെങ്കിൽ. മനസ്സിലായില്ലെങ്കിൽ നിവർത്തിയില്ല. സാധനം വായിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ലെങ്കിൽ യാതൊരു നിവർത്തിയില്ല. അത് പിന്നെ ഒരൊറ്റ പണിയേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇംഗ്ലീഷിൻ്റെ പദമൊന്നും മനസ്സിലായില്ല. ഇടയ്ക്ക് ഒരെണ്ണം വന്നിരിക്കുക, ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം തടിപ്പുള്ള അക്ഷരം നോക്കിയാൽ പോകുന്നത്. മത്തായിക്ക് ഇംഗ്ലീഷ് നന്നായിട്ടറിയാം. മകനെ ഫോറിൻ അയച്ചു. മകൻ ഫോറിനിലൊക്കെ പോയി വന്നപ്പം മത്തായി എടുത്തിരിക്കുന്ന ചാക്കോയോട് പറഞ്ഞു, മകനിപ്പോൾ ഫോറിനില്ല. എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പറഞ്ഞാൽ മനസ്സിലായി? സങ്കേതം കൊണ്ട് ജടിലമാക്കരുത്. പദങ്ങൾ തപ്പിപ്പിടിച്ചൊന്നും പോകണ്ട. നമുക്ക് ആകെപ്പാടെ പറ്റുന്നത് ലളിതമായി പറയാവും. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകണം, എനിക്ക് ആദ്യം മനസ്സിലാകണം.
പലപ്പോഴും എനിക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് പ്രസംഗിക്കണം. കാരണം നിങ്ങൾ വിളിച്ച് വിഷയം തന്നിരിക്കുകയാണ്, പ്രസംഗിച്ചേ പറ്റുള്ളൂ. പോരുന്നിടം വരെ പ്രിപ്പയർ ചെയ്തില്ല. അപ്പോൾ കയ്യിൽ ഏതെങ്കിലും ഒരു തുണ്ടെടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്നൊരു വേർഡ് കിട്ടി അതും വെച്ച് പറയും. അത് ഇതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. അക്ഷരാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്ന ഔഷധങ്ങൾ ലോകത്ത് കണ്ടിട്ടുള്ള ഏത് വൈദ്യശാസ്ത്ര ശാഖ എടുത്താലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്ലാസിക്കൽ റെമഡികളാണ്, ആയുർവേദത്തിൽ. അവ എവിടെയെങ്കിലും അതിൻ്റെ പഠനം നടത്തി ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗം ഒരു വൈദ്യശാസ്ത്രത്തിനും ഇന്നും ഒരല്പം പോലും മാറ്റാൻ പറ്റുകയുമില്ല. കളിപ്പിക്കാൻ പറ്റും. ഇഷ്ടം വന്ന് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദക്കാരനും ഒരു അലോപ്പതിക്കാരനും ഒരു ഹോമിയോക്കാരനും ഒരുത്തനും മാറ്റാൻ പോകുന്നില്ല. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന സ്വാമിയെ കണ്ടാൽ മാറ്റും. അത് അസാധ്യ രോഗങ്ങളല്ല, സാധ്യരോഗങ്ങളാണ്. അതെനിക്ക് മാത്രമാണ് അറിയുന്നത്. ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നത് സാധ്യമാണോ? അതിൽ കാണുന്ന ഇഷ്ടമെല്ലാം ഇഷ്ടാഭാസമാണ്. ഇഷ്ടലക്ഷണങ്ങളെല്ലാം തികഞ്ഞതാണെങ്കിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളും. അതുകൊണ്ട് രോഗിയോടും ബന്ധുക്കളോടും പറയും, നോക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറുകയില്ല, മരുന്ന് തരാം, ഒരല്പം ശാന്തിയൊക്കെ ലഭിക്കും. നിങ്ങൾക്ക് അല്പം സമാധാനമായിട്ടൊക്കെ ജീവിതം കൊണ്ടുപോകാം. കാരണം ആചാര്യന്മാർ പൊട്ടന്മാരൊന്നുമല്ല, നല്ലപോലെ പഠിച്ചിട്ട് എഴുതിയതാണ്. ഭാരതത്തിൽ ഇത്രയും ഉന്നതമായൊരു വൈദ്യശാസ്ത്ര ശാഖ അതിൻ്റെ എല്ലാ പൗഷ്കല്യങ്ങളോടും കൂടി നിലനിന്നിരുന്നു. അതിൽ എന്തുകൊണ്ടും അത് പഠിച്ചിട്ടില്ലെങ്കിലും അതുണ്ടായിരുന്ന ഒരു നാട്ടിൽ ജനിച്ചു എന്നതിൻ്റെ പേരിൽ പോലും അഭിമാനിക്കാം. അതിലൊന്നുപോലും പടിഞ്ഞാറിൻ്റെ സംഭാവനയല്ല. പടിഞ്ഞാറ് ഇരുട്ടിലാണ്ട് കിടന്ന കാലങ്ങളിലാണ് ഇത്രയും ഉന്നതമായി അവർ എഴുതി പിടിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് വളരെ ഇതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ചരകവും മറ്റും പറഞ്ഞിട്ടുണ്ട്. ഏത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മളിങ്ങോട്ട് തിരിഞ്ഞ് കദളി പലാശ പാടലി നിജുള ക്ഷാരാംഭസ പ്രസന്നേന മാംസേഷു തോയകാര്യം പിഷ്ടേജ ക്ലിന്നേശ തൈർമോദക സുജാത കിണ്വൈർജനിത പ്രലേപനം ശ്രേഷ്ഠം മണ്ഡലകുഷ്ടം വിനാശനം ആതപ സംസ്ഥം കൃമിഗ്നഞ്ച. അതാണോ പറഞ്ഞത്? അത് പറഞ്ഞപ്പോഴാണോ? കദളി വാഴത്തട, ചമതത്തോല്, പാതിരിത്തോല്, ആറ്റുവഞ്ചിയുടെ തോല് ഇവ കത്തിച്ച് ക്ഷാരമെടുത്ത്, എത്ര പണിയുണ്ടെന്ന് നോക്കണം, അവരെന്തുമാത്രം പോയിട്ടുണ്ടെന്ന് നോക്കണം. അതിൻ്റെ ക്ഷാരമെടുത്ത് കലക്കി തെളിയൂറ്റി എടുത്ത് അതിൽ ജാങ്കലമാംസം പാകം ചെയ്ത് അതിൻ്റെ യൂഷമെടുക്കണം, രസം. ആ ക്ഷാരജലത്തിൽ തന്നെ ചെന്നല്ലരി എടുത്ത് അരച്ചെടുത്ത് മാംസരസവും കൂട്ടി യോജിപ്പിച്ച് മോദകമുണ്ടാക്കണം. മോദകം എന്ന് പറഞ്ഞാൽ അറിയോ? കൊഴുക്കട്ട പോലെ അതുണ്ടാക്കി വയ്ക്കണം. അതിൻ്റെ അടിയിൽ ഊറിയ ഊറൽ, മോദകം ഉണ്ടാക്കി വെച്ചാൽ അടിയിലൊരു ഊറൽ വരും.
അത് കുഷ്ഠത്തിൽ പുരട്ടുവാൻ ഉത്തമമാണ്. എത്ര പണി ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് മണ്ഡലകുഷ്ഠത്തിലും പറ്റും. ആ കിണ്വം പുരട്ടി വെയിലത്തിരുന്നാൽ മണ്ഡലകുഷ്ഠവും കുഷ്ഠത്തിൻ്റെ അണുവും ചാവും. കുഷ്ഠത്തിലെ കൃമി, കുഷ്ഠം കൃമി കൊണ്ട്, അണു കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചത് ആധുനികരാണെന്ന് ആ പരസ്യം. മനസ്സിലായില്ല. പാശ്ചാത്യരുടെ കണ്ടുപിടുത്തമാണ് കുഷ്ഠം അണുവാണെന്ന് ഭാരതീയർ വിശ്വസിച്ചിരുന്നത്. ഇത് ശാപം കൊണ്ടുണ്ടാകുന്നതാണ്, അതുകൊണ്ട് ഇത് മാറുകയില്ലെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിരുന്നു. അതനുസരിച്ച് കുഷ്ഠവുമായി പേര് അശ്വത്ഥാമാവ് അലഞ്ഞു നടന്നിരുന്നു എന്നാണ് ടി വിയിൽ സ്ഥിരം പരസ്യം കാണിക്കുന്നത്. കണ്ടിട്ടില്ല? സ്ഥിരമുണ്ട് പരസ്യം. നിങ്ങളിതുവരെ കണ്ടിട്ടില്ല ഒരാൾ? എന്നിട്ട് നിങ്ങൾ ആരും എഴുതിയില്ല. ഈ പരസ്യം കണ്ട് ഞെളിഞ്ഞിരിക്കുകയാണ്. പാശ്ചാത്യർ കണ്ടുപിടിച്ചു. നിങ്ങളുടെയൊക്കെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ആവും വിളിക്കുന്നത്. പരസ്യക്കാരൻ മാത്രമല്ല, ഞങ്ങളുടെ ഗവൺമെൻറ്. നിങ്ങൾ ഈ വോട്ട് കൊടുത്ത് കയറ്റി വിട്ടിട്ട് ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം അഷ്ടാംഗഹൃദയം, അന്ന് കുഷ്ഠത്തെപ്പറ്റി പാശ്ചാത്യന് അറിയുക പോലുമില്ല. രോഗമുണ്ട് അവിടെയൊക്കെ. അഷ്ടാംഗഹൃദയം നിദാനസ്ഥാനം എടുത്ത് മെല്ലെ ഒന്ന് നോക്ക്, ഒന്ന് വായിച്ചു നോക്ക്. കുഷ്ഠനിദാനം. അപ്പം കാണാം കുഷ്ഠം എവിടെ നിന്നുണ്ടാകുന്നു, ഇതിൻ്റെ അണു എങ്ങനെയുള്ളതാണ്. കിഞ്ചിത് അദർശനാഹ എന്ന് വരെ, നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ കാണാനാകാത്ത അപാതയായ അതിൻ്റെ തലയുടെ വലിപ്പം എന്താണെന്ന് വരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. പഠിച്ചു നോക്ക്. കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ പകരുന്നു എഴുതിയിട്ടുണ്ട്. പ്രസംഗ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സഹഭോജന സഹശയ്യാച, ഇതൊക്കെ ചെയ്താൽ ഔപസർഗിക രോഗാഹ സംക്രാമന്തി നരം. അതുകൊണ്ടാണ് ശുദ്ധവും വൃത്തിയൊക്കെ പാലിച്ചതും കെട്ടിപ്പിടിച്ച് കിടക്കാത്തതും കാണുന്നവരെയൊക്കെ താൻ കിടക്കുന്ന കട്ടിലേക്ക് കയറ്റി ഇരുത്താത്തതും. മനസ്സിലായില്ല? ഒരേ തോർത്തുകൊണ്ട് കുളിക്കാത്തതും. നിങ്ങളിപ്പോൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും മുതിർന്നു കഴിഞ്ഞും ഒക്കെ നിന്നിടത്ത് നിന്ന് ഊരി അടിയുടി പോരെ മറ്റവന് കൊടുത്ത് മറ്റവൻ ഇങ്ങോട്ട് കൊടുത്ത് മാറിയിടുന്ന പണിയില്ലാത്തതും ഒക്കെ അതുകൊണ്ടാണ്. അതൊക്കെയാണ് നിങ്ങൾക്ക് അയിത്തം, അനാചാരം. അതൊക്കെ കൊണ്ടാണ് രോഗം കുറഞ്ഞത്. അയ്യരുടെ തലമുറയാണ് അയിത്തമൊക്കെ നിർത്തലാക്കാൻ ആദ്യം ശ്രമിച്ചത്. ഒന്ന് ചുണ്ട് കാണിക്കുക, കെട്ടിപ്പിടിച്ച് നടന്ന് കാണിക്കുക. അതൊന്നും അല്ല സോഷ്യലിസം. രോഗമില്ലാതെ ജീവിക്കണം. മനസ്സിലായില്ല? പണ്ട് കാലത്ത് തോട്ടി അതുപോലുള്ള പണിയൊക്കെ ചെയ്യുന്നവന് രോഗമില്ല. കാരണം അവന് ബലം കൂടുതലായതുകൊണ്ട്. ബലമില്ലാത്ത പൂജയും ഹവനുമായിട്ട് നടക്കുന്ന ബ്രാഹ്മണനും ബലമില്ലാത്ത വീട്ടിൽ നിന്ന് ഉണ്ട് നിന്ന് കാല് ചാരുകസേരയുടെ മുകളിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന മണ്ടൻ നായരുമൊക്കെ ഈ പണി ചെയ്യുന്നവനെ കെട്ടിപ്പിടിച്ചാൽ ഇവന് ബലമില്ലാത്തതുകൊണ്ട് രോഗം വരും, ചത്തുപോവും. മനസ്സിലായില്ല? അതുകൊണ്ടൊരു ഔദാര്യം കൊടുത്തതാ, നീ മാറി നിന്നോളാൻ. പക്ഷെ പറഞ്ഞത് മറ്റവനെ മാറ്റി നിർത്തിക്കോളാനാ പറഞ്ഞത്. മനസ്സിലായില്ല? ഇന്ന് തിരിച്ച് കെട്ടിപ്പിടിച്ചാൽ ചണ്ടാലന് രോഗം വരും, മറ്റവൻ്റെ അടുക്കെന്ന്.
ആ പരുവത്തിലായി. എന്നോട് ദേഷ്യം വരും. സത്യമല്ലേ തിരുവൽപ്പാട്? തിരുവൽപ്പാടല്ലേ? വർമ്മ ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അതുകൊണ്ട് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ചെല്ലുകയും ചെയ്യാം. എന്നോട് നല്ല സ്നേഹം തോന്നാനുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെ അത് പുരട്ടി വെയിലത്തിരുന്നാൽ മണ്ഡലകുഷ്ഠവും കുഷ്ഠത്തിലുള്ള കൃമിയും രണ്ടും മാറും. ശരകം ചികിത്സിതം 10-ാം അധ്യായം അപസ്മാര ചികിത്സിതം. ചികിത്സാസ്ഥാനം 10-ാം അധ്യായം അപസ്മാര ചികിത്സിതം 11-ാം ശ്ലോകത്തിലും ഒരു നല്ല പ്രയോഗമുണ്ട്. നോക്കി എഴുതിയെടുത്തോളാമെങ്കിൽ ഞാൻ വേഗം വായിച്ചുവിടാം. ദ്വേ പഞ്ചമൂല്യൗത്ര ഫല രജന്യൗ കുടജത്വജം സപ്തവർണം അപാമാർഗം നീലിനിം കടുരോഹിണീം ശംഭാഗം വൽഗുമൂലം ച പൗഷ്കരം സദുരാലഭം ദ്വിഫലാനി ജലദ്രോണേ പക്വാ പാദാവശേഷിതേ പാർങ്ങി പാഠാതൃകടുകം ത്രിവൃത നിചുളാനി ച ശ്രേയസീം ആഠകീം മൂർവാം ദന്തീം ഭൂനിംബചിത്രകൗ ദ്വേ ശാരിബേ രോഹിഷഞ്ച ഭൂതീകം മദയന്തികം ദ്വേ ശാരിബേ രോഹിഷഞ്ച ഭൂതീകം മദയന്തികം ശിബേത് പിഷ്ട്വ അക്ഷമാത്രാണി തൈപ്രസ്ഥം സർപ്പിഷപ്പചേത് ഗോശകൃത സദധ്യമ്ല ക്ഷീരമത്രൈശ്ച തത്സമൈഹി പഞ്ചഗവ്യമിതി ഖ്യാതം മഹത് തദമൃതോപമം അപസ്മാരേ ജ്വരേകാസേ സ്വയദാവുപരേഷു ച ഗുൽമാർഗം പാണ്ഡുരോഗേഷു കാമലായം ഹലീമകേ ശസ്യതേ ഘൃതമേതത്തു പ്രയോക്തവ്യം ദിനേ ദിനേ അലക്ഷ്മി ഗ്രഹരക്ഷോഘ്നം ചാതുർധക വിനാശനം. ആധുനിക ആയുർവേദ വൈദ്യന്മാരൊക്കെ മഞ്ഞപ്പിത്തമൊക്കെ വന്നാൽ കാമലയൊക്കെ വന്നാൽ നെയ് തുടരുതെന്നാണ് പറയുക. ഇത് പഞ്ചഗവ്യ ഘൃതമാണ്. അപസ്മാരം മാത്രമല്ല, ഹലീമകം, കാമല, പാണ്ഡു ഇതെല്ലാം മാറും. പക്ഷേ നെയ്യ് കൊടുക്കരുതെന്ന് പറഞ്ഞതിനും കാര്യമുണ്ട്. അതോടടുത്ത് പറഞ്ഞിരിക്കുന്നത് മലം താന്ന് കിടക്കുകയാണെങ്കിൽ എണ്ണയും നെയ്യും ഒന്നും യകൃത്ത് രോഗികൾക്ക് കൊടുക്കരുത്. ലിവറിന് രോഗം കണ്ടാൽ, ലിവർ തടിച്ച് കണ്ടാൽ ആദ്യം നോക്കേണ്ടത് മലം പൊങ്ങിക്കിടക്കുമെന്നോ. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്തെ ലോഹങ്ങളൊക്കെ ദഹിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് ദഹിക്കുന്നില്ലെങ്കിൽ എണ്ണ നെയ്യുമൊക്കെ നിർത്തണം. ദഹിച്ചു തുടങ്ങിയാൽ വീണ്ടും കഴിക്കാം. അതാണ് നിയമം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. അതൊക്കെ നല്ല കൈപ്പാകം അറിയാവുന്ന വൈദ്യന്മാരുടെ അടുക്ക പോയി നിന്ന് പഠിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും പലതും കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പുതിയ ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ സോഡിയം ലോ ആയി പോകും, പലപ്പോഴും പൊട്ടാസ്യം ലോ ആയി പോകും. ലിവറിൻ്റെ ചികിത്സയൊക്കെ ആധുനിക വൈദ്യശാസ്ത്രമോ പുതിയ ആയുർവേദത്തിലെ പേറ്റന്റ് ഡ്രഗുകളോ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്ക് ലിവറിലെ കോപ്പർ പോകും. പിന്നെ ഒരു ടെസ്റ്റിൽ കോപ്പർ കുറവായി കാണാം. കോപ്പർ അടിച്ചു കയറ്റും, ദഹിക്കുകയല്ല, കോപ്പർ കയറുകയല്ല.
നിലവിളിച്ചാൽ കോപ്പർ പോയി എന്ന് കാണുമ്പോൾ അതൊന്നും റിഷ്ടലക്ഷണമായില്ല. ഈ കോപ്പർ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ കൈവിടും. അപ്പോൾ അറിയാവുന്ന ആയുർവേദ വൈദ്യൻ കുറച്ച് പൂനാഗ എടുത്ത് മോരിനകത്തിട്ട് അതിൻ്റെ അകത്തെ മണ്ണുമൊക്കെ കളഞ്ഞ് അവനെ കൊത്തി നുറുക്കി ശരിയായ രീതിയിൽ ഭസ്മീകരിച്ച് പൊടിയാക്കി നേരെയും കൊടുക്കും. 2 ഡോസ് ചെല്ലുമ്പോഴേക്ക് കോപ്പർ കയറും. കാരണം അത് മുഴുവൻ കോപ്പറാണ്. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ വളർത്തുന്ന പൂനാഗ എടുക്കരുത്, അതിൽ കോപ്പറൊന്നുമില്ല. മനസ്സിലായില്ല? അത് ശരിയായ പൂനാഗ അല്ല, പുഴുവാ. ഇവിടെ കിട്ടില്ല. അത് മണ്ണിലേക്ക് വിട്ടാൽ ഇവിടെയുള്ള പൂനാഗ ഓടി ഒളിക്കും. അതിൽ നിന്നൊരു സ്രവം ഉണ്ടാവും. അപ്പം മണ്ണിൻ്റെ എല്ലാ ഗുണങ്ങളും നശിപ്പിക്കും. എങ്ങനെയാ മണ്ണ് തിന്നുന്നത്? മനുഷ്യനെ തിന്നുന്ന സാധനം മണ്ണ് തിന്നും. നിങ്ങളെ എങ്ങിട്ട് കൊടുത്താൽ തിന്നും. അതിന് കൊണ്ടുവന്നാ ഈ സാധനം. മനസ്സിലായിട്ടില്ല? കോഴിയുടെയൊക്കെ വേസ്റ്റിട്ട് കൊടുത്ത് 5 മിനിറ്റ് കൊണ്ടവൻ തീർക്കും. പുതിയ വളർത്തല്ലേ, വിദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കല്ലേ ഗവേഷകന്മാർ. അത് മാത്രമല്ല, അതിന് അതിലൊക്കെ കൂടുതൽ കോഴിയുടെ വേസ്റ്റ് നിങ്ങളെയൊക്കെ ഇട്ട് കൊടുത്താൽ അരമണിക്കൂർ നിങ്ങൾ ഇറങ്ങി വെള്ളത്തിലോട്ട് നിന്നാൽ കാല് മുഴുവൻ നിന്ന് തീർക്കും മത്സ്യം. എന്തോ അതിൻ്റെ പേര്? പിറാൻ അല്ലേ? വളരെ വേഗത്തിൽ തിന്നും. ഉപദ്രവകാരികളെ മുഴുവൻ കൊണ്ടിരുന്ന കലിയുഗം. കാരണം ഇത് കൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പോകുമ്പോൾ അടുത്ത ഇലക്ഷന് മുമ്പ് എതിരാളിയുടെ വീട്ടിലെ കുളത്തി വിടാൻ കൊണ്ടിരുന്നതാണ്. കാരണം നിങ്ങൾക്ക് ശത്രുതയല്ലേ ഉള്ളൂ. പക്ഷെ ഇത് വളർന്നു വരുമ്പോൾ സ്വന്തം പിള്ളേരെ അതിനെയാ. സർവത്ര നാശകരമായി ചിന്തിക്കുന്ന സമൂഹം. സമയം എന്തായി? അപ്പോൾ നമുക്ക് ബാക്കി ഇതിൻ്റെ അർത്ഥമൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. പഞ്ചഗവ്യഘൃതം, അതിൻ്റെ മരുന്നുകൾ, അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തായാലും ഇതൊക്കെ പഠിക്കണമെന്നൊന്നുമില്ല, കേൾക്കുക തൽക്കാലം. പഠിച്ചാൽ നല്ലത്, പഠിച്ചാലത് മെച്ചം. ഇനി പഠിച്ചില്ലെങ്കിലും കേൾക്കാനിരുന്നല്ലോ. അതുകൊണ്ട് ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ പിള്ളേരെങ്കിലും ഇതൊക്കെ പഠിച്ചു വളരുന്ന ഒരു യുഗസന്ധി ഉണ്ടാകട്ടെ. അതുകൊണ്ട് നമുക്കിന്ന് ഉപസംഹരിക്കാം. ബാക്കി അടുത്ത ക്ലാസ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി ഓം. ഹരി.